invisible hand, demise of the command system, and how the market system deals with risk. Invisible hand. റൈറ്റ് സൈഡിൽ ഒരു പടം കാണിച്ചിട്ടുണ്ട് ഇൻവിസിബിൾ ഹാൻഡ് എന്ന് പറഞ്ഞിട്ട്. ഇൻവിസിബിൾ ഹാൻഡ് എന്ന് പറഞ്ഞാൽ നമുക്ക് ശരിക്കും കാണാൻ പറ്റാത്തൊരു ഫോഴ്സാണ്. മാർക്കറ്റ് ഇക്കോണമിയിൽ ഓപ്പറേറ്റ് ചെയ്യുന്ന അൺസീൻ ആയിട്ടുള്ളൊരു ഫോഴ്സാണ് ഇൻവിസിബിൾ ഹാൻഡ്. ഇൻവിസിബിൾ ഹാൻഡ് എന്ന് പറയുന്ന ടേം പോപ്പുലറൈസ് ചെയ്തത് ആഡം സ്മിത്ത് ആണ് ഇൻ ഹിസ് 1776 വർക്ക് ദ വെൽത്ത് ഓഫ് നേഷൻസ്. അതിൽ അദ്ദേഹം പറയുന്നത് ഈ ഒരു ഇൻവിസിബിൾ ഹാൻഡ് മാർക്കറ്റ് സിസ്റ്റത്തിൽ ഓപ്പറേറ്റ് ചെയ്യുന്നത് കൊണ്ട് ഇറ്റ് ക്രിയേറ്റ്സ് എ യൂണിറ്റി ബിറ്റ്വീൻ ദ പ്രൈവറ്റ് ഇൻട്രസ്റ്റ് ആൻഡ് ദ സോഷ്യൽ ഇൻട്രസ്റ്റ്. പ്രൈവറ്റ് ഇൻട്രസ്റ്റും സോഷ്യൽ ഇൻട്രസ്റ്റും തമ്മിലുള്ള ഒരു യൂണിറ്റി കൊണ്ടുവരാനുള്ള റീസൺ ഈ പറഞ്ഞ ഇൻവിസിബിൾ ഹാൻഡാണ്. ഈ ഒരു കോൺസെപ്റ്റ് ഇത്രേ ഉദ്ദേശിക്കുന്നുള്ളൂ. ഒരു ഇൻഡിവിജ്വൽ അദ്ദേഹത്തിൻ്റെ സ്വകാര്യ താല്പര്യങ്ങൾക്ക് വേണ്ടി, അതായത് ഓൺ ഇൻട്രസ്റ്റിന് വേണ്ടിയിട്ട് ചെയ്യുന്ന കാര്യങ്ങൾ സൊസൈറ്റിയുടെ കൂടെ വെൽഫെയറിന് കാരണമാകുന്നുണ്ട്. അതായത് നമ്മളിപ്പോൾ നമ്മുടെ സെൽഫ് ഇൻട്രസ്റ്റിന് വേണ്ടിയിട്ട് എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ചെയ്താൽ അത് എങ്ങനെയോ മറ്റുള്ളവർക്ക് കൂടെ ബെനിഫിഷ്യൽ ആകുന്നുണ്ട്. അതെന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത്? ഏതോ ഒരു അൺസീൻ ആയിട്ടുള്ള ഫോഴ്സ് ഓപ്പറേറ്റ് ചെയ്യുന്നത് കൊണ്ടാണ്. മാർക്കറ്റ് സിസ്റ്റത്തിൽ ഈ ഒരു ഇൻവിസിബിൾ ഹാൻഡ് എങ്ങനെയാണ് ഓപ്പറേറ്റ് ചെയ്യുന്നതെന്ന് നമുക്കൊരു എക്സാമ്പിളിലൂടെ മനസ്സിലാക്കാം. ഒരു കോമ്പറ്റീറ്റീവ് എൻവയോൺമെൻറ്റിൽ ഒരു ബിസിനസ് ഫേം എപ്പോഴും പുതിയ പുതിയ പ്രോഡക്ട്സ് ഇൻട്രൊഡ്യൂസ് ചെയ്യുകയും അതുപോലെ ഇപ്പോൾ നിലവിലുള്ള പ്രോഡക്ട്സ് ഇംപ്രൂവ് ചെയ്യാൻ ശ്രമിക്കുകയും ചെയ്യും. ഇതെന്തിനു വേണ്ടിയിട്ടാണ് ചെയ്യുന്നത്? അവരുടെ പ്രോഫിറ്റ്സ് ഇൻക്രീസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇൻ എ കോമ്പറ്റീറ്റീവ് എൻവയോൺമെൻറ്റ് ബിസിനസ്സസ് സീക്ക് ടു ബിൽഡ് ന്യൂ ആൻഡ് ഇംപ്രൂവ്ഡ് പ്രോഡക്ട്സ് ടു ഇൻക്രീസ് പ്രോഫിറ്റ്സ്. ആസ് കൺസ്യൂമേഴ്സ് നമ്മളും വെയിറ്റ് ചെയ്യുന്നത് പുതിയ പുതിയ പ്രോഡക്ട്സിന് വേണ്ടിയിട്ടാണ്, ഇംപ്രൂവ്ഡ് ആയിട്ടുള്ള പ്രോഡക്ട്സിന് വേണ്ടിയിട്ടാണ്. കാരണം അത് നമ്മുടെ വെൽബീയിങ് ഇംപ്രൂവ് ചെയ്യും. സോ ദോസ് എൻഹാൻസ് പ്രോഡക്ട്സ് ഇൻക്രീസ് സൊസൈറ്റീസ് വെൽബീയിങ്. അതുപോലെ തന്നെ ബിസിനസ് ഫേംസ് ഒരു സ്പെസിഫിക് ഔട്ട്പുട്ട് പ്രൊഡ്യൂസ് ചെയ്യുമ്പോൾ ലീസ്റ്റ് കോസ്റ്റ് കോമ്പിനേഷൻ ഓഫ് റിസോഴ്സസ് ആണ് യൂസ് ചെയ്യുന്നത്. അതായത് പ്രൊഡക്ഷൻ നടത്തുമ്പോൾ പലതരത്തിലുള്ള റിസോഴ്സസ് കമ്പൈൻ ചെയ്തിട്ടാണ് നമ്മളൊരു സ്പെസിഫിക് ലെവൽ ഓഫ് ഔട്ട്പുട്ട് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഏത് കോമ്പിനേഷൻ ഓഫ് റിസോഴ്സസ് ഉപയോഗിക്കുമ്പോഴാണോ ഒരു ഫേമിന് ലീസ്റ്റ് കോസ്റ്റിൽ പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുന്നത്, അല്ലെങ്കിൽ ഏറ്റവും ചിലവ് കുറച്ച് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുന്നത്, ആ ഒരു പെർട്ടിക്കുലർ കോമ്പിനേഷൻ ഓഫ് റിസോഴ്സസ് ആണ് ഫേംസ് ഉപയോഗിക്കുന്നത്. അത് ഫേംസിൻ്റെ സെൽഫ് ഇൻട്രസ്റ്റ് ആണ്. നമ്മൾ ഇപ്പോൾ പറഞ്ഞത് ഫേമിൻ്റെ സെൽഫ് ഇൻട്രസ്റ്റ് ആണെങ്കിലും അത് സൊസൈറ്റിക്കൂടെ ബെനിഫിഷ്യലായിട്ട് വരുന്നുണ്ട്. കാരണം സ്കേഴ്സ് റിസോഴ്സസിനെ ലീസ്റ്റ് കോസ്റ്റ്ലി വേയിൽ ഉപയോഗിച്ചാൽ അല്ലെങ്കിൽ ഏറ്റവും എഫിഷ്യൻ്റ് ആയിട്ട് ഫേംസ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഇറ്റ് ഫ്രീസ് അപ്പ് റിസോഴ്സസ് ടു പ്രൊഡ്യൂസ് സംതിങ് എൽസ് ദാറ്റ് ദ സൊസൈറ്റി ഡിസയേഴ്സ്. ഫേംസ് ഉപയോഗിക്കാതെ വരുന്ന റിസോഴ്സസ് നമുക്ക് മറ്റുള്ള ആവശ്യങ്ങളിലേക്ക് യൂസ് ചെയ്യാം. ഈ ഒരു എക്സാമ്പിളിൽ നിന്ന് നമുക്ക് എന്തും മനസ്സിലാക്കാം? ഒരു ഹൈലി കോമ്പറ്റേറ്റീവ് മാർക്കറ്റ് സിസ്റ്റത്തിൽ ഓപ്പറേറ്റ് ചെയ്യുന്ന ഫേംസ് അല്ലെങ്കിൽ റിസോഴ്സ് സപ്ലയേഴ്സ് എന്ന് പറഞ്ഞാൽ ഈ ഫേംസിന് റിസോഴ്സ് സപ്ലൈ ചെയ്യുന്ന യൂണിറ്റുകളാണ്. അപ്പോൾ ഫേംസും റിസോഴ്സ് സപ്ലയേഴ്സും അവരുടെ സെൽഫ് ഇൻട്രസ്റ്റിന് വേണ്ടി ചെയ്യുന്ന കാര്യങ്ങൾ പബ്ലിക് ഇൻട്രസ്റ്റ് അല്ലെങ്കിൽ സോഷ്യൽ ഇൻട്രസ്റ്റ് പ്രൊമോട്ട് ചെയ്യുന്നുണ്ട്, ഗൈഡഡ് ബൈ ആൻ ഇൻവിസിബിൾ ഹാൻഡ്. The invisible hand ensures that when firms maximize their profits and resource suppliers maximize their incomes, these groups also help maximize society's output and income. ഇൻവിസിബിൾ ഹാൻഡ് എന്ത് എൻഷുർ ചെയ്യുന്നു എന്നാണ് പറയുന്നത്? ഫേംസ് അവരുടെ പ്രോഫിറ്റ്സ് മാക്സിമൈസ് ചെയ്യുകയും അതുപോലെ റിസോഴ്സ് സപ്ലയേഴ്സ് അവരുടെ ഇൻകംസ് മാക്സിമൈസ് ചെയ്യുകയും ചെയ്യുമ്പോൾ ദിസ് ഓട്ടോമാറ്റിക്കലി മാക്സിമൈസസ് സൊസൈറ്റീസ് ഔട്ട്പുട്ട് ആൻഡ് ഇൻകം. ഇത് സൊസൈറ്റിയുടെ ഔട്ട്പുട്ട് ആൻഡ് ഇൻകം ഓട്ടോമാറ്റിക്കലി മാക്സിമൈസ് ചെയ്യുന്നുണ്ട്. നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്ത ഇൻവിസിബിൾ ഹാൻഡ് എന്ന് പറയുന്നത് മാർക്കറ്റ് സിസ്റ്റത്തിൻ്റെ ഒരു ഇമ്പോർട്ടൻറ്റ് വെർച്യൂ ആണ്. അപ്പോൾ ഇതുപോലെ പല ഗുണങ്ങളും മാർക്കറ്റ് സിസ്റ്റത്തിനുണ്ട്. അതിൽ 3 എണ്ണമാണ് നമ്മളിനി പറയാൻ പോകുന്നത്: എഫിഷ്യൻസി, ഇൻസെൻറ്റീവ്സ് ആൻഡ് ഫ്രീഡം. ആദ്യം നമുക്ക് എഫിഷ്യൻസി എന്താണെന്ന് നോക്കാം. ഇവിടെ 2 പോയിൻറ്റ്സ് ആണ് സ്ട്രെസ് ചെയ്യുന്നത്. ഒന്ന്, ദ മാർക്കറ്റ് സിസ്റ്റം പ്രൊമോട്ട്സ് ദ എഫിഷ്യൻറ്റ് യൂസ് ഓഫ് റിസോഴ്സസ് ബൈ ഗൈഡിങ് ദെം ഇൻ ടു ദ പ്രൊഡക്ഷൻ ഓഫ് ദ ഗുഡ്സ് ആൻഡ് സർവീസസ് മോസ്റ്റ് വാണ്ടഡ് ബൈ ദ സൊസൈറ്റി. അതായത് ഒരു മാർക്കറ്റ് സിസ്റ്റത്തിൽ റിസോഴ്സസിനെ ഏറ്റവും എഫിഷ്യൻ്റ് ആയിട്ടാണ് യൂസ് ചെയ്യുന്നത്. ദാറ്റ് മീൻസ് സ്കേഴ്സ് ആയിട്ടുള്ള റിസോഴ്സ് ഉപയോഗിച്ച് ഇക്കോണമിക്ക് ഏറ്റവും ആവശ്യമായിട്ടുള്ള ഗുഡ്സ് ആൻഡ് സർവീസസ് ആണ് മാർക്കറ്റ് സിസ്റ്റത്തിൽ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ദി പ്രൊഡ്യൂസ് ദ ഗുഡ്സ് ആൻഡ് സർവീസസ് മോസ്റ്റ് വാണ്ടഡ് ബൈ ദ സൊസൈറ്റി. ഒരു പ്രയോറിറ്റി ബേസിസിലാണ് ഇവിടെ പ്രൊഡക്ഷൻ നടത്തുന്നത്. ഇനി രണ്ടാമത്തെ പോയിന്റ്, ഇറ്റ് ഫോഴ്സസ് ദ യൂസ് ഓഫ് ദ മോസ്റ്റ് എഫിഷ്യൻറ്റ് ടെക്നിക്സ് ഇൻ ഓർഗനൈസിങ് റിസോഴ്സസ് ഫോർ പ്രൊഡക്ഷൻ ആൻഡ് ഇറ്റ് എൻകറേജസ് ദ ഡെവലപ്മെൻറ്റ് ആൻഡ് അഡോപ്ഷൻ ഓഫ് ന്യൂ ആൻഡ് മോർ എഫിഷ്യൻറ്റ് പ്രൊഡക്ഷൻ ടെക്നിക്സ്.
ആദ്യം നമ്മൾ പറഞ്ഞത് റിസോഴ്സസിൻ്റെ എഫിഷ്യൻറ്റ് യൂസ് ആണ്. രണ്ടാമത്തെ പോയിന്റിൽ പറയുന്നത് ഏറ്റവും എഫിഷ്യൻ്റ് ആയിട്ടുള്ള ടെക്നിക്സ് ഉപയോഗിച്ച് റിസോഴ്സസിനെ ഓർഗനൈസ് ചെയ്യുക. ഏറ്റവും എഫിഷ്യൻ്റ് ആയിട്ടുള്ള പ്രൊഡക്ഷൻ ടെക്നിക് എന്ന് പറഞ്ഞാൽ ഏറ്റവും ലീസ്റ്റ് കോസ്റ്റിൽ നമുക്ക് പ്രൊഡക്ഷൻ നടത്താൻ സഹായിക്കുന്ന പ്രൊഡക്ഷൻ ടെക്നിക്സ് ആണ്. സോ ഒരു മാർക്കറ്റ് സിസ്റ്റത്തിൽ ഏറ്റവും എഫിഷ്യൻ്റ് ആയിട്ടുള്ള ടെക്നിക്സ് ഉപയോഗിക്കുന്നതോടൊപ്പം തന്നെ ഇറ്റ് എൻകറേജസ് ദ ഡെവലപ്മെൻറ്റ് ആൻഡ് അഡോപ്ഷൻ ഓഫ് ന്യൂ ആൻഡ് മോർ എഫിഷ്യൻറ്റ് പ്രൊഡക്ഷൻ ടെക്നിക്സ്. പുതിയ എഫിഷ്യൻ്റ് ആയിട്ടുള്ള പ്രൊഡക്ഷൻ ടെക്നിക്സും അവർ എൻകറേജ് ചെയ്യുന്നുണ്ട്. മാർക്കറ്റ് സിസ്റ്റത്തിൻ്റെ അടുത്ത മെറിറ്റാണ് ഇൻസെൻറ്റിവ്സ്. സ്കിൽസ് അക്വിസിഷനും ഹാർഡ് വർക്കും ഇന്നൊവേഷനും ഒക്കെ എൻകറേജ് ചെയ്യുന്ന ഒരു ടൈപ്പ് ഓഫ് ഇക്കണോമിക് സിസ്റ്റമാണ് മാർക്കറ്റ് സിസ്റ്റം. സക്സസ്ഫുൾ ആയിട്ടുള്ള ഇന്നൊവേഷൻസ് എപ്പോഴും ഇക്കണോമിക് റിവാർഡ്സ് ജനറേറ്റ് ചെയ്യും. ഒരു മാർക്കറ്റ് സിസ്റ്റത്തിൻ്റെ അടുത്ത ഇമ്പോർട്ടൻറ്റ് മെറിറ്റാണ് ഫ്രീഡം. ഒരു കമാൻഡ് സിസ്റ്റം വെച്ച് നോക്കുമ്പോൾ ഒരു മാർക്കറ്റ് സിസ്റ്റത്തിൻ്റെ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് അതെപ്പോഴും ഇക്കണോമിക് ആക്ടിവിറ്റിയെ കോർഡിനേറ്റ് ചെയ്യുന്നത് കൊയർഷൻ ഇല്ലാതെയാണ്. അതായത് ഒന്നും നിർബന്ധപൂർവ്വം അല്ല അവിടെ ചെയ്യുന്നത്, ഒരു ഫോഴ്സ്ഫുള്ളി ഒന്നും ചെയ്യിക്കുന്നില്ല. നമ്മൾ പഠിച്ച കാര്യങ്ങളാണ്. മാർക്കറ്റ് സിസ്റ്റം എപ്പോഴും ഫ്രീഡം ഓഫ് എൻ്റർപ്രൈസും ചോയ്സും പ്രൊമോട്ട് ചെയ്യുന്ന ഒരു സിസ്റ്റമാണ്. ദാറ്റ് ഈസ് ദ ഓൺടർപ്രണേഴ്സ് ആൻഡ് വർക്കേഴ്സ് ആർ ഫ്രീ ടു ഫർദർ ദെയർ ഓൺ സെൽഫ് ഇൻട്രസ്റ്റ് സബ്ജക്റ്റ് ടു ദ റിവാർഡ്സ് ആൻഡ് പെനാൽറ്റീസ് ഇമ്പോസ്ഡ് ബൈ ദ മാർക്കറ്റ് സിസ്റ്റം ഇറ്റ് സെൽഫ്. അതായത് ഒരു മാർക്കറ്റ് സിസ്റ്റത്തിൽ ഓപ്പറേറ്റ് ചെയ്യുന്ന ഓൺടർപ്രണേഴ്സിനും വർക്കേഴ്സിനും അവരുടെ സെൽഫ് ഇൻട്രസ്റ്റ് അനുസരിച്ച് കാര്യങ്ങൾ ചെയ്യാം. പക്ഷേ ഒരു മാർക്കറ്റ് സിസ്റ്റം തന്നെ മുന്നോട്ട് വെക്കുന്ന ചില റിവാർഡ്സ്, നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ ഇൻസെൻറ്റീവ്സ് ഒക്കെ ഉണ്ടെന്ന്, അപ്പോൾ റിവാർഡ്സും പെനാൽറ്റീസും ഒക്കെ ഉണ്ടാവും. അപ്പോൾ അതിൻ്റെ ഒരു പരിധിയിൽ നിന്ന് വേണം നമ്മുടെ സെൽഫ് ഇൻട്രസ്റ്റിൽ കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട്. സോ മാർക്കറ്റ് സിസ്റ്റത്തിൻ്റെ കുറേ കാര്യങ്ങൾ നമ്മൾ പഠിച്ചു. ഇപ്പോൾ ലാസ്റ്റ് മെറിറ്റ്സും പറഞ്ഞു. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് ഒരു സെൻട്രലി പ്ലാൻഡ് ഇക്കോണമി അല്ലെങ്കിൽ കമാൻഡ് ഇക്കോണമിയുടെ ഫോളിന് കാരണമായിട്ടുള്ള റീസൺസ് ആണ്. ഇപ്പോൾ ഡിമൈസ് ഓഫ് ദ കമാൻഡ് സിസ്റ്റം ക്ലിയർ ആയിട്ട് മനസ്സിലാവണമെന്നുണ്ടെങ്കിൽ കമാൻഡ് സിസ്റ്റം എന്താണെന്നും അതിൻ്റെ ഇമ്പോർട്ടൻറ്റ് ഫീച്ചേഴ്സ് എന്താണെന്നൊക്കെ ഉള്ളത് നന്നായിട്ട് മനസ്സിലാക്കിയിരിക്കണം. അതിനുശേഷം വേണം നിങ്ങൾ ഈ ഒരു ടോപ്പിക്ക് പഠിക്കാൻ. അപ്പോൾ അത് കഴിഞ്ഞ വീഡിയോയിൽ ഇതെല്ലാം ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഡിമൈസ് ഓഫ് ദ കമാൻഡ് സിസ്റ്റം നോക്കാം. കമാൻഡ് ഇക്കോണമീസ് ഫേസ് ചെയ്യുന്ന ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പ്രോബ്ലമാണ് ദ പ്രോബ്ലം ഓഫ് കോർഡിനേഷൻ. നമുക്കറിയാം ഈ ഒരു ടൈപ്പ് ഓഫ് ഇക്കോണമിയിൽ എല്ലാ മേജർ ഡിസിഷൻസും എടുക്കുന്നത് സെൻട്രൽ പ്ലാനേഴ്സ് ആണ്. ഇക്കോണമിയിലുള്ള മില്യൺസ് ഓഫ് ഇൻഡിവിജ്വൽ ഡിസിഷൻ മേക്കേഴ്സ്, അതായത് കൺസ്യൂമേഴ്സോ അല്ലെങ്കിൽ റിസോഴ്സ് സപ്ലൈ ചെയ്യുന്നവരോ ബിസിനസ് ഫേംസോ, അപ്പോൾ ഇവരുടെയൊക്കെ ഡിസിഷനെ ഇൻകോർപ്പറേറ്റ് ചെയ്തിട്ട് വേണം സെൻട്രൽ പ്ലാനേഴ്സിന് അവരുടേതായിട്ടുള്ള ഒരു ഡിസിഷൻ മേക്കിങ്ങിലേക്ക് എത്താൻ. അപ്പോൾ ഇത് തീർച്ചയായിട്ടും ഭയങ്കര ഡിഫിക്കൽട്ടായിട്ടുള്ള ഒരു ടാസ്ക്കാണ്. ഫോർ എക്സാമ്പിൾ, നമുക്കിപ്പോൾ നമ്മുടെ ഇക്കോണമിയിൽ ഒരു ട്രാക്ടർ മേക്കിംഗ് ഫാക്ടറി സെറ്റപ്പ് ചെയ്യണം. ഈ ഒരു ട്രാക്ടർ മേക്കിംഗ് ഫാക്ടറി ആയിട്ട് റിലേറ്റ് ചെയ്ത എല്ലാ കാര്യങ്ങളും, അതായത് അതിന് എന്തൊക്കെ ഇൻപുട്സ് സപ്ലൈ ചെയ്യണം, എത്ര ഇൻപുട്സ് സപ്ലൈ ചെയ്യണം, അതിൻ്റെ പ്രൊഡക്ഷൻ ടാർഗറ്റ് എത്രയാണ്, ഇതൊക്കെ തീരുമാനിക്കുന്നത് സെൻട്രൽ പ്ലാനേഴ്സ് ആണ്. ഈ ഫാക്ടറിയുടെ പ്രൊഡക്ഷൻ ഗോൾ എന്ന് പറയുന്നത് 1000 ട്രാക്ടേഴ്സ് ആണ്. അപ്പോൾ ഈ 1000 ട്രാക്ടേഴ്സ് പ്രൊഡ്യൂസ് ചെയ്യാനുള്ള നെസസറി ഇൻപുട്സ്, അതായത് ലേബറും അതിനാവശ്യമായിട്ടുള്ള മെഷീനറിയും ഗ്ലാസ്, പെയിൻറ്റ്, പിന്നെ ട്രാൻസ്പോർട്ടേഷൻ ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ, ഇതൊക്കെ കൊടുക്കേണ്ടത് ആരാണ്? സെൻട്രൽ പ്ലാനേഴ്സ് ആണ്. മീൻസ് ഇതുമായിട്ട് റിലേറ്റ് ചെയ്ത എല്ലാ കാര്യങ്ങളും ഡിസൈഡ് ചെയ്യുന്നത്, ഈ റിസോഴ്സസ് ഒക്കെ ടൈംലി അലോക്കേറ്റ് ചെയ്യേണ്ടത് സെൻട്രൽ പ്ലാനേഴ്സ് ആണ്. അപ്പോൾ ഈ 1000 ട്രാക്ടേഴ്സിൻ്റെ പ്രൊഡക്ഷനും ഡെലിവറി എന്ന് പറയുന്നത് ആരുടെ ഡിസിഷൻ മേക്കിങ്ങിന് അണ്ടറിൽ വരുന്നതാണ്? സെൻട്രൽ പ്ലാനേഴ്സിൻ്റെ ഡിസിഷൻ മേക്കിംഗ് ആണ്. നമ്മൾ ഈ പറഞ്ഞ ട്രാക്ടർ മേക്കിങ്ങിന് ആവശ്യമായിട്ടുള്ള നെസസറി ഇൻപുട്സ് എല്ലാം സപ്ലൈ ചെയ്യുന്നത് ഒരൊറ്റ ഇൻഡസ്ട്രി അല്ല, പല ഇൻഡസ്ട്രീസിൽ നിന്നാണ് ഈ ഇൻപുട്സ് എല്ലാം നമ്മൾ ഈ ഒരു ഫാക്ടറിയിലേക്ക് അലോക്കേറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ സെൻട്രൽ പ്ലാനേഴ്സ് ഈ ഇൻപുട്സ് എല്ലാം കറക്റ്റായിട്ട് ട്രാക്ടർ മേക്കിംഗ് ഫാക്ടറിയിലേക്ക് സപ്ലൈ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ അത് തീർച്ചയായിട്ടും ട്രാക്ടേഴ്സിൻ്റെ പ്രൊഡക്ഷനെ ബാധിക്കും. ഇനി ഇതുപോലെ ഒരു ഇക്കോണമിയിൽ ഒരു ഇൻഡസ്ട്രിയുടെ ഔട്ട്പുട്ടിനെ ഇൻപുട്ടായിട്ട് യൂസ് ചെയ്യുന്ന വേറെ പല ഇൻഡസ്ട്രീസും ഉണ്ടാവും. ഫോർ എക്സാമ്പിൾ, സ്റ്റീൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഇൻഡസ്ട്രി. ഈ സ്റ്റീൽ പല ഇൻഡസ്ട്രീസിലും നമ്മൾ ഉപയോഗിക്കാറുണ്ട്. അതായത് നമ്മൾ ഈ പറഞ്ഞ പോലെ ട്രാക്ടർ മേക്കിങ്ങിൽ, പിന്നെ ഓട്ടോമൊബൈൽസും, പിന്നെ അതുപോലെ ട്രാൻസ്പോർട്ടേഷനിലും ഒക്കെ ഈ സ്റ്റീൽ യൂസ് ചെയ്യാറുണ്ട്. ഈ സ്റ്റീൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഇൻഡസ്ട്രീസ് അവരുടെ പ്രൊഡക്ഷൻ ഗോൾസ് മീറ്റ് ചെയ്താൽ മാത്രമേ അവർക്ക് ഈ സ്റ്റീൽ യൂസിങ് ഇൻഡസ്ട്രീസിലേക്ക് അത് കറക്റ്റായിട്ട് സപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ. അതായത് ഇവിടെ നമുക്കൊരു ചെയിൻ റിയാക്ഷനാണ് കാണാൻ പറ്റുന്നത്. ഒരു ഫേം അതിൻ്റെ പ്രൊഡക്ഷൻ ടാർഗറ്റ് മീറ്റ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ അതുമായിട്ട് റിലേറ്റ് ചെയ്ത ഒരു ഫേംസിനും അതിൻ്റെ പ്രൊഡക്ഷൻ ടാർഗറ്റ്സ് മീറ്റ് ചെയ്യാൻ പറ്റില്ല. സോ ഇവിടെയും പ്രോപ്പർ കോർഡിനേഷൻ ആവശ്യമാണ്.
ഇക്കോണമീസ് എക്സ്പാൻഡ് ചെയ്യുന്നതിനനുസരിച്ച് ഈ കോർഡിനേഷൻ പ്രോബ്ലം പിന്നെയും ഡിഫിക്കൽട്ടായിട്ട് വന്നു. ഇക്കോണമീസ് എക്സ്പാൻഡ് ചെയ്യാൻ മീൻസ് അവരുടെ നമ്പർ ഓഫ് ഇൻഡസ്ട്രീസ് അവിടെ ഇൻക്രീസ് ചെയ്തു. പിന്നെ പ്രോഡക്ട്സും അവർ ഉപയോഗിച്ചുകൊണ്ടിരുന്ന പ്രൊഡക്ഷൻ പ്രോസസ്സുകളെല്ലാം കുറച്ചും കൂടെ ഹൈലി സോഫിസ്റ്റിക്കേറ്റഡ് ആയി. അങ്ങനെ വന്നപ്പോൾ എന്ത് സംഭവിച്ചു? സിംപ്ലർ ഇക്കോണമിയിൽ അവർ യൂസ് ചെയ്തുകൊണ്ടിരുന്ന പ്ലാനിങ് ടെക്നിക്സ് ഒക്കെ ലാർജർ ഇക്കോണമിയിൽ യൂസ് ചെയ്യാൻ പറ്റാതെ വന്നു, അല്ലെങ്കിൽ അത് ഇനാഡിക്വേറ്റ് ആയി, ഇന്നെഫിഷ്യൻ്റ് ആയി. അങ്ങനെ വന്നപ്പോൾ ഒരുപാട് ഇൻഡസ്ട്രീസിന് പ്രൊഡക്ഷൻ സ്റ്റോപ്പേജസ് ഒക്കെ ഫേസ് ചെയ്യേണ്ടതായിട്ട് വന്നു. അങ്ങനെ പ്ലാനേഴ്സ് എന്ത് ചെയ്തു? ദി സപ്രസ് ദ പ്രൊഡക്റ്റ് വെറൈറ്റി. ഒരുപാട് പ്രൊഡക്ട്സ് പ്രൊഡ്യൂസ് ചെയ്തുകൊണ്ടിരുന്ന ഇൻഡസ്ട്രീസ് പിന്നെ അത് കട്ട് ചെയ്തിട്ട് 1-2 പ്രൊഡക്ട്സിലായിട്ട് ചുരുക്കി. ഒരു കമാൻഡ് ഇക്കോണമി ഫേസ് ചെയ്യുന്ന രണ്ടാമത്തെ ഇമ്പോർട്ടൻറ്റ് പ്രോബ്ലമാണ് ദ ഇൻസെൻറ്റീവ് പ്രോബ്ലം. നമുക്കറിയാം, ഒരു കമാൻഡ് ഇക്കോണമിയിൽ ഔട്ട്പുട്ട് മിക്സ് ഫിക്സ് ചെയ്യുന്നത് എപ്പോഴും സെൻട്രൽ പ്ലാനേഴ്സാണ്. സാധാരണ ഒരു മാർക്കറ്റ് ഇക്കോണമിയിൽ ഡിമാൻഡ് ഫോഴ്സും സപ്ലൈ ഫോഴ്സും ഇൻട്രാക്ട് ചെയ്തിട്ടാണ് പ്രൈസും ക്വാണ്ടിറ്റിയും ഫിക്സ് ചെയ്യുന്നത്. പക്ഷേ കമാൻഡ് ഇക്കോണമിയിൽ ഗവൺമെൻറ്റിൻ്റെ ചില സോഷ്യോ ഇക്കണോമിക് ഒബ്ജക്റ്റീവ്സ് ഫുൾഫിൽ ചെയ്യാൻ പറ്റുന്ന തരത്തിലാണ് സെൻട്രൽ പ്ലാനേഴ്സ് പല പ്രോഡക്ട്സിൻ്റെയും ക്വാണ്ടിറ്റിയും പ്രൈസും ഫിക്സ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ മിക്കവാറും പ്രോഡക്ട്സിൻ്റെ കേസിലും ഒന്നുകിൽ ഷോർട്ടേജ് അല്ലെങ്കിൽ സർപ്ലസ് ഉണ്ടാകാനുള്ള ചാൻസസ് കൂടുതലാണ്. സാധാരണ ഒരു പെർട്ടിക്കുലർ പ്രോഡക്റ്റിൻ്റെ ഷോർട്ടേജോ സർപ്ലസോ ഇക്കോണമിയിൽ വന്നു കഴിഞ്ഞാൽ അതിനെ സിഗ്നൽ ചെയ്യുന്നത് ഒന്നുകിൽ അതിൻ്റെ പ്രൈസ് അല്ലെങ്കിൽ പ്രോഫിറ്റബിലിറ്റിയാണ്. അതായത് മാർക്കറ്റിൽ ഇപ്പോൾ ഒരു ഗുഡ് സർപ്ലസ് ആണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിൻ്റെ പ്രൈസ് അവിടെ കുറവായിരിക്കും. ഇങ്ങനെ ഒരു സിറ്റുവേഷൻ വന്നു കഴിഞ്ഞാൽ ഫേംസിന് മനസ്സിലാക്കാം പ്രോഡക്റ്റിൻ്റെ പ്രൈസ് മാർക്കറ്റിൽ ഒരുപാട് കുറഞ്ഞിരിക്കുകയാണ്. അതിൻ്റെ റീസൺ എന്ന് പറഞ്ഞാൽ അതിൻ്റെ സർപ്ലസ് ആണ്. അപ്പോൾ നമുക്കത് ആ ഒരു പെർട്ടിക്കുലർ ഗുഡ് ഇത്രയും പ്രൊഡ്യൂസ് ചെയ്യേണ്ടതായിട്ടില്ല. അതുപോലെ ഒരു മാർക്കറ്റിൽ ഇപ്പോൾ ഒരു പെർട്ടിക്കുലർ ഗുഡിൻ്റെ പ്രൈസ് കൂടി നിൽക്കുവാണെങ്കിൽ അതെന്താണ് സിഗ്നൽ ചെയ്യുന്നത്? ആ ഒരു പെർട്ടിക്കുലർ കമോഡിറ്റിയുടെ ഷോർട്ടേജ് ആണ്. അതിൻ്റെ സപ്ലൈ അവിടെ കുറവായതുകൊണ്ടാണ് അതിൻ്റെ പ്രൈസ് ഇത്രയും കൂടി നിൽക്കുന്നത്. സോ വി ഹാവ് ടു പ്രൊഡ്യൂസ് ഇറ്റ് മോർ. അപ്പോൾ നമുക്കത് കൂടുതലായിട്ട് പ്രൊഡ്യൂസ് ചെയ്യാം. ഇങ്ങനെ പ്രൈസസ് സിഗ്നൽ ചെയ്യുകയാണെങ്കിൽ ഒരു പരിധിവരെ പ്രോഡക്ട്സിലുണ്ടാകുന്ന സർപ്ലസും അല്ലെങ്കിൽ ഷോർട്ടേജസും നമുക്ക് പരിഹരിക്കാം. പക്ഷേ ഇങ്ങനെയുള്ളൊരു പ്രൈസ് മെക്കാനിസം നമ്മുടെ ഈ ഒരു കമാൻഡ് ഇക്കോണമിയിൽ ഇല്ല. അവിടെ അഡ്മിനിസ്ട്രേർഡ് പ്രൈസസ് ആണുള്ളത്, അല്ലെങ്കിൽ ഗവൺമെൻറ് ഡിറ്റർമിൻ പ്രൈസസ് ആണ് പ്രിവെയിൽ ചെയ്യുന്നത്. ഇനിയിപ്പോൾ ഈ കമാൻഡ് സിസ്റ്റത്തിലുള്ള മാനേജേഴ്സോ ഫേംസോ ഈ ഷോർട്ടേജസോ സർപ്ലസസോ ഐഡൻറ്റിഫൈ ചെയ്ത് കഴിഞ്ഞാലും ദേ ഹാഡ് നോ ഇൻസെൻറ്റീവ് ടു അഡ്ജസ്റ്റ് പ്രൊഡക്ഷൻ. കാരണം അതൊക്കെ ഡിറ്റർമിൻ ചെയ്യുന്നത് സെൻട്രൽ പ്ലാനേഴ്സാണ്. അതുപോലെ സെൻട്രൽ പ്ലാനിങ്ങിൽ പ്രോഫിറ്റ് മോട്ടീവ് ഇല്ലാത്തത് കൊണ്ട് തന്നെ ഇന്നോവേഷൻസിനോ അല്ലെങ്കിൽ പുതിയ കണ്ടുപിടുത്തങ്ങൾക്കോ ഓൺടർപ്രണർഷിപ്പിനോ ഒന്നും ഒരു ഇമ്പോർട്ടൻസും ഇല്ല, അതുപോലെ റിവാർഡും ഇല്ല. ഹൗ ദ മാർക്കറ്റ് സിസ്റ്റം ഡീൽസ് വിത്ത് റിസ്ക്. റിസ്ക് ഈസ് എൻ ഇൻഹറൻറ്റ് പാർട്ട് ഓഫ് ദി ഇക്കണോമിക് ആക്ടിവിറ്റീസ് ഇൻ എ മാർക്കറ്റ് ഇക്കോണമി. എല്ലാ ഇക്കണോമിക് സിസ്റ്റത്തിലും റിസ്ക് എന്ന് പറയുന്നത് ഇൻഹറൻറ്റ് പാർട്ട് തന്നെയാണ്. റിസ്കിനെ മാനേജ് ചെയ്യാനും മിറ്റിഗേറ്റ് ചെയ്യാനും പല സ്ട്രാറ്റജീസും മെക്കാനിസംസും യൂസ് ചെയ്യാറുണ്ട്. ദീസ് ടൂൾസ് ആൻഡ് സ്ട്രാറ്റജീസ് ഹെൽപ്പ് ഇൻഡിവിജ്വൽ ബിസിനസ്സസ് ആൻഡ് ദ ഓവറോൾ ഇക്കോണമി ടു മാനേജ് അൺസർട്ടനിറ്റീസ്, റെഡ്യൂസ് പൊട്ടൻഷ്യൽ നെഗറ്റീവ് ഇമ്പാക്ട്സ് ആൻഡ് പ്രൊമോട്ട് സ്റ്റെബിലിറ്റി ആൻഡ് ഗ്രോത്ത്. ഒരു മാർക്കറ്റ് സിസ്റ്റം റിസ്കിനെ ഡീൽ ചെയ്യാൻ അഡോപ്റ്റ് ചെയ്തിട്ടുള്ള 3 മീൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഫസ്റ്റ് വൺ, ദ പ്രോഫിറ്റ് സിസ്റ്റം. സെക്കൻഡ് വൺ, ഷീൽഡിംഗ് എംപ്ലോയീസ് ആൻഡ് സപ്ലയേഴ്സ് ഫ്രം ബിസിനസ് റിസ്ക്. അതായത് ബിസിനസ് റിസ്കിൽ നിന്ന് സപ്ലയേഴ്സിനെയും എംപ്ലോയീസിനെയും പ്രൊട്ടക്റ്റ് ചെയ്യുക. തേർഡ് വൺ, ബെനിഫിറ്റ്സ് ഓഫ് റെസ്ട്രിക്റ്റിംഗ് ബിസിനസ് റിസ്ക് ടു ഓണേഴ്സ്. അതായത് ഓണേഴ്സിൽ മാത്രം ബിസിനസ് റിസ്കിനെ റെസ്ട്രിക്റ്റ് ചെയ്താൽ ഉണ്ടാകുന്ന ബെനിഫിറ്റ്സ്, അവരിൽ മാത്രം ബിസിനസ് റിസ്കിനെ ഒതുക്കി നിർത്തിയാൽ ഉണ്ടാകുന്ന ബെനിഫിറ്റ്സ്. ഈ പറഞ്ഞ 3 കാര്യങ്ങളാണ് നമ്മൾ ഇനി അങ്ങോട്ട് നോക്കാൻ പോകുന്നത്. അപ്പോൾ ആദ്യം നോക്കുന്നത് പ്രോഫിറ്റ് സിസ്റ്റമാണ്. പ്രോഫിറ്റ് സിസ്റ്റം എന്ന് പറയുന്ന ഒരു എക്കണോമിക് ഫ്രെയിംവർക്കിൽ നമ്മൾ ഗുഡ്സ് ആൻഡ് സർവീസസ് പ്രൊഡ്യൂസ് ചെയ്യുന്നത് മെയിൻലി പ്രോഫിറ്റ് ജനറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഒരു പെർട്ടിക്കുലർ കമോഡിറ്റി നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യുമ്പോൾ ആ കമോഡിറ്റി പ്രൊഡ്യൂസ് ചെയ്യാൻ നമുക്കുണ്ടാകുന്ന ചിലവ്, അതായത് കോസ്റ്റും അതിൽ നിന്ന് കിട്ടുന്ന റവന്യൂവും തമ്മിലുള്ള വ്യത്യാസമാണ് പ്രോഫിറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ കോസ്റ്റ് കുറവും റവന്യൂ കൂടുതലാകുമ്പോഴാണ് ശരിക്കും നമുക്ക് പ്രോഫിറ്റ് അവിടെ ഉണ്ടാവുന്നത്. ഈ പ്രോഫിറ്റ് സിസ്റ്റമാണ് മാർക്കറ്റ് സിസ്റ്റത്തിനെ ഡ്രൈവ് ചെയ്യുന്ന കീ ഫോഴ്സ് എന്ന് പറയുന്നത്. എല്ലാ ഇക്കണോമിക് ആക്ടിവിറ്റീസിനെ ഡ്രൈവ് ചെയ്യുന്നതും അതുപോലെ തന്നെ ബിസിനസ്സുകളുടെയും ഇൻഡിവിജ്വൽസിൻ്റെയൊക്കെ ഇക്കണോമിക് ബിഹേവിയർ ഷേപ്പ് ചെയ്യുന്നതും ഈ പ്രോഫിറ്റ് സിസ്റ്റമാണ്. സോ പ്രോഫിറ്റ് സിസ്റ്റം is the key driver of market economies. It drives almost all the economic activities and shapes the behavior of businesses and individuals.
ഇൻഡിവിജ്വൽസും ബിസിനസ് ഫേംസും എപ്പോഴും ഇക്കണോമിക് ആക്ടിവിറ്റീസിൽ എൻഗേജ് ചെയ്യുന്നത് പ്രോഫിറ്റ്സ് ഏൺ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ദ ഡിസയർ ടു ഏൺ പ്രോഫിറ്റ് മോട്ടിവേറ്റ്സ് ഇൻഡിവിജ്വൽസ് ആൻഡ് ബിസിനസ്സസ് ടു എൻഗേജ് ഇൻ ഇക്കണോമിക് ആക്ടിവിറ്റീസ്. ബിസിനസ് ഫേംസ് അവരുടെ പ്രോഫിറ്റ്സ് മാക്സിമൈസ് ചെയ്യുന്നതിനനുസരിച്ച് ഇക്കോണമിയിൽ കൂടുതലായിട്ടും ഇന്നൊവേഷൻസ് ഉണ്ടാവും, എഫിഷ്യൻസി ഉണ്ടാവും, അതുപോലെ ഓൺടർപ്രണർഷിപ്പും ഉണ്ടാവും. ഇതെല്ലാം പോയിന്റ് ബൈ പോയിന്റ് ആയിട്ട് തന്നെ പഠിച്ചു വെക്കണം. നമ്മൾ പറഞ്ഞ ഫസ്റ്റ് പോയിന്റ് എന്തായിരുന്നു? പ്രോഫിറ്റ് സിസ്റ്റമാണ് മാർക്കറ്റ് ഇക്കോണമീസിലെ മെയിൻ ഡ്രൈവിംഗ് ഫോഴ്സ്. രണ്ടാമത്തത്, ഇറ്റ് മോട്ടിവേറ്റ്സ് ഇൻഡിവിജ്വൽസ് ആൻഡ് ബിസിനസ്സസ് ടു എൻഗേജ് ഇൻ ഇക്കണോമിക് ആക്ടിവിറ്റീസ്. 3, ബിസിനസ് ഫേംസ് അവരുടെ പ്രോഫിറ്റ്സ് മാക്സിമൈസ് ചെയ്യുന്തോറും ഇക്കോണമിയിലുള്ള ഇന്നൊവേഷനും എഫിഷ്യൻസിയും ഓൺടർപ്രണർഷിപ്പും ഇൻക്രീസ് ചെയ്യും. മാർക്കറ്റ് സിസ്റ്റത്തിൽ ഒരു പ്രോഫിറ്റ് മെക്കാനിസം ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ ഒരു പ്രോഫിറ്റ് സിസ്റ്റം ഉണ്ടെങ്കിൽ ഏതൊക്കെ റിസോഴ്സസ് ഏതൊക്കെ ഇൻഡസ്ട്രീസിനും ബിസിനസ് ഫേംസിനും അലോക്കേറ്റ് ചെയ്യണം എന്നതിനെപ്പറ്റി നമുക്കൊരു ക്ലിയർ ഐഡിയ ഉണ്ടായിരിക്കും. ദാറ്റ് ഈസ്, പ്രോഫിറ്റ് സിഗ്നൽസ് പ്രൊവൈഡ്സ് ആഡിക്വേറ്റ് ഇൻഫർമേഷൻ ടു വെയർ റിസോഴ്സസ് ഷുഡ് ബി അലോക്കേറ്റഡ്. അതായത് ഏറ്റവും പ്രോഫിറ്റബിൾ ആയിട്ടുള്ള ബിസിനസ് ഫേംസിലും ഇൻഡസ്ട്രീസിലും വേണം നമ്മൾ കൂടുതലും റിസോഴ്സസിനെ എംപ്ലോയ് ചെയ്യാൻ. സോ ദിസ് ലീഡ്സ് ടു എഫിഷ്യൻറ്റ് റിസോഴ്സ് ഡിസ്ട്രിബ്യൂഷൻ. അടുത്ത പോയിന്റ്, പ്രോഫിറ്റ് സിസ്റ്റം ലീഡ്സ് ടു ടെക്നോളജിക്കൽ അഡ്വാൻസ്മെൻറ്റ്സ് ആൻഡ് ബെറ്റർ ക്വാളിറ്റി ഗുഡ്സ് ആൻഡ് സർവീസസ്. ദാറ്റ് മീൻസ് ഫേംസും ഇൻഡസ്ട്രീസും പ്രോഫിറ്റ്സ് മാക്സിമൈസ് ചെയ്യുമ്പോൾ അവർ പുതിയ ഇന്നൊവേഷൻസ് കൊണ്ടുവരും. അതായത് എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള പ്രോഡക്ട്സിനെ ഇമ്പ്രൂവ് ചെയ്യും, ചിലപ്പോൾ പുതിയ പ്രോഡക്ട്സ് കൊണ്ടുവരും, പിന്നെ കോസ്റ്റ് റെഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള പുതിയ പുതിയ ടെക്നിക്സ് പ്രൊഡക്ഷനിൽ യൂസ് ചെയ്യും. 6th പോയിന്റ്, പ്രോഫിറ്റ് സിസ്റ്റം കോൺട്രിബ്യൂട്ട്സ് ടു ഓവറോൾ ഇക്കണോമിക് ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെൻറ്റ്. പ്രോഫിറ്റ്സ് മേക്ക് ചെയ്യുന്ന ബിസിനസ് ഫേംസിന് വേണമെങ്കിൽ അവരുടെ പ്രോഫിറ്റ്സിൻ്റെ ഒരു ഷെയർ അവരുടെ എക്സിസ്റ്റിംഗ് ബിസിനസ്സിൽ തന്നെ ഇൻവെസ്റ്റ് ചെയ്യാം. അതിനെ നമ്മൾ റീഇൻവെസ്റ്റ്മെൻ്റ് എന്ന് പറയും. ഈ റീഇൻവെസ്റ്റ്മെൻ്റ് എന്ന് പറയുന്നത് അവർക്ക് പല രീതിയിൽ ചെയ്യാം. ഒന്നിൽ അവരുടെ പ്രൊഡക്ഷൻ ഓപ്പറേഷൻസിൽ തന്നെ റീഇൻവെസ്റ്റ് ചെയ്യാം, അല്ലെങ്കിൽ അവർക്ക് കൂടുതൽ വർക്കേഴ്സിനെ ഹയർ ചെയ്യാം. അങ്ങനെ അവരുടെ വർക്കർ ബേസ് എക്സ്പാൻഡ് ചെയ്താൽ തന്നെ നമ്മുടെ ഇക്കോണമിയിൽ ഗ്രോത്തും ഡെവലപ്മെൻറ്റും പോസിബിൾ ആകും. So, profitable businesses reinvest in their operations, expand and hire more workers, contributing to overall economic growth and development. അടുത്ത പോയിന്റ്, the profit system facilitates market dynamics. ഇവിടെ മാർക്കറ്റ് ഡൈനമിക്സ് എന്ന് പറഞ്ഞാൽ ബയേഴ്സിൻ്റെയും സെല്ലേഴ്സിൻ്റെയും ബിഹേവിയറിനെയും അതുപോലെ തന്നെ ഒരു മാർക്കറ്റിൻ്റെ പെർഫോമൻസിനെയൊക്കെ എഫക്റ്റ് ചെയ്യുന്ന ചില ഫോഴ്സസ് ആണ്. ഇതിൽ ടെക്നോളജിക്കൽ അഡ്വാൻസ്മെൻറ്റും സപ്ലൈയും ഡിമാൻഡും പിന്നെ കൺസ്യൂമറിൻ്റെ പ്രിഫറൻസും അങ്ങനെയുള്ള കുറേ ഫാക്ടേഴ്സ് വരാം. അതുപോലൊരു ഫാക്ടറാണ് ഈ പ്രോഫിറ്റ് സിസ്റ്റവും. ഒരു പ്രോഫിറ്റ് സിസ്റ്റം മാർക്കറ്റ് ഡൈനാമിക്സിനെ എങ്ങനെയാണ് ഫെസിലിറ്റേറ്റ് ചെയ്യുന്നതെന്ന് നോക്കാം. പ്രോഫിറ്റബിൾ ആയിട്ടുള്ള ഇൻഡസ്ട്രീസിലേക്ക് എപ്പോഴും പുതിയ ഫേംസ് എൻ്റർ ചെയ്യുകയും അതുപോലെ അൺപ്രോഫിറ്റബിൾ ആയിട്ടുള്ള ഇൻഡസ്ട്രീസിൽ നിന്ന് ഫേംസ് എക്സിറ്റ് ചെയ്യുകയും ചെയ്യും. എന്ന് പറഞ്ഞാൽ ഗ്രാജ്വലി ഏറ്റവും എഫിഷ്യൻ്റ് ആയിട്ടുള്ളതും അതുപോലെ വയബിൾ ആയിട്ടുള്ള എൻ്റർപ്രൈസസുകളും മാത്രമേ മാർക്കറ്റിൽ എക്സിസ്റ്റ് ചെയ്യുള്ളൂ. പ്രോഫിറ്റബിൾ ഇൻഡസ്ട്രീസ് അട്രാക്ട് ന്യൂ എൻട്രൻസ് വൈൽ അൺപ്രോഫിറ്റബിൾ വൺസ് see businesses exit, ensuring that only efficient and viable enterprises survive in the market. ഇങ്ങനെ ഒരു സിറ്റുവേഷൻ ഉണ്ടാകുമെന്നുള്ളത് കൊണ്ട് തന്നെ ഇൻഡസ്ട്രീസ് എല്ലാം അവരുടെ പ്രോഫിറ്റ്സ് മാക്സിമൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കണം. ഇക്കോണമിയിൽ പ്രോഫിറ്റ്സിന് വേണ്ടിയിട്ടുള്ള കോമ്പറ്റീഷൻ ഉണ്ടാകുമ്പോൾ ബെറ്റർ ക്വാളിറ്റി പ്രൊഡക്ട്സ് ലോവർ പ്രൈസസിൽ കൺസ്യൂമേഴ്സിന് അവൈലബിൾ ആവും. അതുപോലെ കൺസ്യൂമേഴ്സിന് ഒരുപാട് ചോയ്സസും ഉണ്ടാവും. The competition for profits leads to better quality products, lower prices and more choices for the consumers. And the desire for profit spurs innovations and contributing to economic progress and improved living standards for the society. പ്രോഫിറ്റ് ഉണ്ടാവണമെന്നുണ്ടെങ്കിൽ ഇക്കോണമിയിൽ തീർച്ചയായിട്ടും ഇന്നൊവേഷൻസ് ഉണ്ടാവണം. സോ ദിസ് കോൺട്രിബ്യൂട്ട്സ് ടു ഇക്കണോമിക് പ്രോഗ്രസ് ആൻഡ് ഇക്കണോമിക് പ്രോഗ്രസ് ഇംപ്രൂവ്സ് ദ ലിവിങ് സ്റ്റാൻഡേർഡ് ഓഫ് ദ സൊസൈറ്റി. നമ്മൾ ഈ പറഞ്ഞതൊക്കെ പ്രോഫിറ്റ് സിസ്റ്റത്തിൻ്റെ പോസിറ്റീവ് സൈഡ്സ് ആണ്. പോസിറ്റീവ് സൈഡ് അല്ലാതെ ഇതിന് നെഗറ്റീവ് സൈഡ്സും ഉണ്ട്. ദിസ് ക്രിയേറ്റ്സ് ഇനീക്വാലിറ്റി ആൻഡ് പൊട്ടൻഷ്യൽ മാർക്കറ്റ് ഫെയിലിയേഴ്സ്. ബിസിനസ് ഫേംസിൻ്റെയും ഇൻഡസ്ട്രീസിൻ്റെയും ഒക്കെ പ്രോഫിറ്റ് മോട്ടീവിൽ റെഗുലേഷൻസ് ഇമ്പോസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് പ്രോഫിറ്റ് സിസ്റ്റത്തിൻ്റെ അഡ്വാൻറ്റേജസ് അല്ലെങ്കിൽ ബെനിഫിറ്റ്സ് മാക്സിമൈസ് ചെയ്യാനും അതുപോലെ അതിൻ്റെ നെഗറ്റീവ് സൈഡ് ഒന്ന് മിറ്റിഗേറ്റ് ചെയ്യാൻ അല്ലെങ്കിൽ ആ നെഗറ്റീവ്സ് ഒന്ന് കുറയ്ക്കാനും പറ്റും. നെക്സ്റ്റ് മെയിൻ പോയിൻ്റ് ആണ് ഷീൽഡിംഗ് എംപ്ലോയീസ് ആൻഡ് സപ്ലയേഴ്സ് ഫ്രം ബിസിനസ് റിസ്ക്. ഷീൽഡ് എന്ന് പറയുന്ന വേർഡ് കേട്ടിട്ടുണ്ടോ? ഷീൽഡ് എന്ന് പറഞ്ഞാൽ കവചമാണ്. കവചം നമ്മൾ ഉപയോഗിക്കുന്നത് എന്തിനാണ്? നമ്മളെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇവിടെ ഷീൽഡിങ് എന്ന് പറഞ്ഞാൽ പ്രൊട്ടക്റ്റിംഗ് എന്നാണ് അതിൻ്റെ അർത്ഥം. സോ
സോ ഷീൽഡിംഗ് ദ എംപ്ലോയീസ് ആൻഡ് സപ്ലയേഴ്സ് ഫ്രം ബിസിനസ് റിസ്ക്. ഒരു മാർക്കറ്റ് ഇക്കോണമിയിൽ സ്റ്റെബിലിറ്റിയും സസ്റ്റൈനബിലിറ്റിയും മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് എംപ്ലോയേഴ്സിനെയും സപ്ലയേഴ്സിനെയും ബിസിനസ് റിസ്കിൽ നിന്നും ഷീൽഡ് ചെയ്യുന്നത്. ഇവിടെ സ്റ്റെബിലിറ്റിയും സസ്റ്റൈനബിലിറ്റിയും തമ്മിലുള്ള വ്യത്യാസം എന്താ? സ്റ്റെബിലിറ്റി എന്ന് പറഞ്ഞാൽ സ്ഥിരതയാണ്, സസ്റ്റൈനബിലിറ്റി എന്ന് പറഞ്ഞാൽ സുസ്ഥിരതയാണ്. കമ്പനീസും ഗവൺമെൻറ്റും അവരുടെ എംപ്ലോയീസിനെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ പലതരത്തിലുള്ള സ്ട്രാറ്റജീസ് യൂസ് ചെയ്യാറുണ്ട്. അതിൽ കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സ്ട്രാറ്റജീസ് ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഫസ്റ്റ് വൺ, എംപ്ലോയ്മെൻറ്റ് കോൺട്രാക്ട്സ്. എംപ്ലോയ്മെൻറ്റ് കോൺട്രാക്ട്സ് മെയിൻലി എംപ്ലോയീസിന് ജോബ് സെക്യൂരിറ്റി കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. സ്റ്റേബിൾ എംപ്ലോയ്മെൻറ്റ് ടേംസ് ആൻഡ് ദ ഓഫറിംഗ് ഓഫ് ലോങ് ടേം കോൺട്രാക്ട്സ് വിത്ത് ക്ലിയർ ടേംസ് ആൻഡ് കണ്ടീഷൻസ് ക്യാൻ പ്രൊവൈഡ് ജോബ് സെക്യൂരിറ്റി ടു ദ എംപ്ലോയീസ്. നമ്മളൊരു ജോബിൽ എൻട്രി ചെയ്യുമ്പോൾ അവിടെ ക്ലിയർ കട്ടായിട്ടുള്ള ടേംസും കണ്ടീഷൻസും ഒന്നും പറഞ്ഞിട്ടില്ല എങ്കിൽ അവിടെ നമുക്ക് സെക്യൂരിറ്റി ഇല്ല, ജോബ് സെക്യൂരിറ്റി ഇല്ല. ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ, ഇപ്പോൾ ചില പ്രോഫിറ്റബിൾ അല്ലാത്ത കമ്പനീസ് അവരുടെ എംപ്ലോയീസിനെ പിരിച്ചുവിടാറുണ്ട്. ഇത് ആഡ്വേഴ്സ് ആയിട്ടുള്ള ഫിനാൻഷ്യൽ ഇമ്പാക്ട്സ് എംപ്ലോയീസിന് തീർച്ചയായിട്ടും ഉണ്ടാക്കും. സോ ദ പ്രൊവിഷൻസ് ഓഫ് സിവിയറൻസ് പേ ഇൻ ദ ഈവൻറ്റ്സ് ഓഫ് ലേ ഓഫ് ഹെൽപ്പ് ദം കുഷൻ ദ ആഡ്വേഴ്സ് ഫിനാൻഷ്യൽ ഇമ്പാക്ട്സ്. ഇങ്ങനെയുള്ള ലേ ഓഫ്സ് ഉണ്ടാകുമ്പോൾ എംപ്ലോയീസിന് സിവിയറൻസ് പേ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ആഡ്വേഴ്സ് ആയിട്ടുള്ള ഫിനാൻഷ്യൽ ഇമ്പാക്ട്സ് എന്നുള്ള പ്രൊട്ടക്ഷനാണത്. നെക്സ്റ്റ് ഇസ് പ്രൊവിഷൻ ഓഫ് ഇൻഷുറൻസ്. പ്രൊവൈഡിങ് വേരിയസ് ഇൻഷുറൻസ് സ്കീംസ് പ്രൊട്ടക്ട് ദ എംപ്ലോയീസ് ഫ്രം റിസ്ക്. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ ഹെൽത്ത് ഇൻഷുറൻസ് ഉണ്ടെങ്കിൽ ഇറ്റ് പ്രൊട്ടക്ട്സ് ദ എംപ്ലോയീസ് ഫ്രം മെഡിക്കൽ എക്സ്പെൻസസ്. അതുപോലെ കോൺട്രിബ്യൂട്ടിംഗ് ടു സ്റ്റേറ്റ് ആൻഡ് പ്രൈവറ്റ് അൺഎംപ്ലോയ്മെൻറ്റ് ഇൻഷുറൻസ് പ്രോഗ്രാംസ് ക്യാൻ പ്രൊവൈഡ് ഫിനാൻഷ്യൽ സപ്പോർട്ട് ഡ്യൂറിങ് പീരിയഡ്സ് ഓഫ് ജോബ്ലെസ്നെസ്. അതായത് നമ്മൾ അൺഎംപ്ലോയിഡ് ആയിട്ട് നിൽക്കുന്ന സമയത്ത് സ്റ്റേറ്റ് അല്ലെങ്കിൽ പ്രൈവറ്റ് അൺഎംപ്ലോയ്മെൻറ്റ് ഇൻഷുറൻസ് പ്രോഗ്രാംസ് ഉണ്ടെങ്കിൽ അത് നമ്മളെ ഒരു പരിധി വരെ ഫിനാൻഷ്യലി സപ്പോർട്ട് ചെയ്തേക്കാം. നെക്സ്റ്റ് പോയിൻ്റ് ഇസ് ബെനിഫിറ്റ്സ് ആൻഡ് കോമ്പൻസേഷൻ. ഇവിടെയും കുറച്ച് എക്സാമ്പിൾസ് ആണ് പറഞ്ഞേക്കുന്നത്, എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടിയിട്ടൊന്നുമില്ല. ഓഫറിംഗ് റിട്ടയർമെൻറ്റ് പ്ലാൻസ് ലൈക്ക് പെൻഷൻസ് എൻഷോഴ്സ് ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി പോസ്റ്റ് റിട്ടയർമെൻറ്റ്. അതായത് പോസ്റ്റ് റിട്ടയർമെൻറ്റ് എന്ന് പറഞ്ഞാൽ റിട്ടയർമെൻറ്റിന് ശേഷമുള്ള ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റിക്ക് വേണ്ടിയിട്ട് പെൻഷൻ പ്ലാനുകളൊക്കെ കൊടുക്കുക. ദെൻ പ്രൊവൈഡിംഗ് പെയ്ഡ് സിക്ക് ലീവ്, വെക്കേഷൻ ആൻഡ് പാരൻ്റൽ ലീവ് സപ്പോർട്ട്സ് എംപ്ലോയീസ് ഡ്യൂറിംഗ് പേഴ്സണൽ ഓർ ഫാമിലി റിലേറ്റഡ് ഡൗൺ ടൈം. നെക്സ്റ്റ് പോയിൻ്റ് ഇസ് വർക്ക് പ്ലേസ് സെക്യൂരിറ്റി. വർക്ക് പ്ലേസ് ആക്സിഡൻറ്റ്സ് റെഡ്യൂസ് ചെയ്യാൻ സ്ട്രിക്റ്റ് ആയിട്ടുള്ള സേഫ്റ്റി സ്റ്റാൻഡേർഡ്സ് വർക്ക് പ്ലേസസിൽ ഇംപ്ലിമെൻറ്റ് ചെയ്തിരിക്കണം. അതുപോലെ എംപ്ലോയീസിന് ട്രെയിനിങ് പ്രോഗ്രാംസും കൊടുത്തിരിക്കണം. ഇനിയിപ്പോൾ വർക്ക് പ്ലേസിൽ വെച്ച് എന്തെങ്കിലും ഇഞ്ചുറീസ് ഉണ്ടാവുകയാണെങ്കിൽ ദേ ഷുഡ് ബി ഗിവൺ കോമ്പൻസേഷൻ. സോ ദ കോമ്പൻസേഷൻ ഇൻഷുറൻസ് പ്രൊവൈഡ്സ് ഫിനാൻഷ്യൽ സപ്പോർട്ട് ആൻഡ് മെഡിക്കൽ കെയർ ഫോർ ദ എംപ്ലോയീസ് ഇഞ്ചേർഡ് ഓൺ ദ വർക്ക്. നെക്സ്റ്റ് പോയിൻ്റ് ഇസ് ട്രെയിനിങ് ആൻഡ് ഡെവലപ്മെൻറ്റ്. ഇപ്പോൾ വർക്ക് പ്ലേസിൽ ട്രെയിനിങ് ആൻഡ് ഡെവലപ്മെൻറ്റ് എംപ്ലോയീസിന് കൊടുക്കുന്നത് എന്തെങ്കിലും ഒരു ചേഞ്ച് വന്നു കഴിഞ്ഞാൽ അവർ പെട്ടെന്ന് അതുമായിട്ട് അഡാപ്റ്റഡ് ആകാൻ വേണ്ടിയിട്ടാണ്. അതുപോലെ പ്രൊവൈഡിങ് റീട്രെയിനിങ് പ്രോഗ്രാംസ് ക്യാൻ ഹെൽപ്പ് എംപ്ലോയീസ് ട്രാൻസിഷൻ ടു ന്യൂ റോൾസ് ഇഫ് ദെയർ കറൻറ്റ് പൊസിഷൻസ് ആർ അറ്റ് റിസ്ക്. അതായത് ഒരു എംപ്ലോയി കറൻ്റ്ലി ഇരിക്കുന്ന ജോബിൽ നിന്ന് വേറൊരു ജോബിലേക്ക് മാറേണ്ടി വന്നാൽ അവർക്ക് പ്രോപ്പറായിട്ടുള്ള റീട്രെയിനിങ് പ്രോഗ്രാംസ് കൊടുത്തിരിക്കണം. പഴയ റോളിൽ നിന്ന് പുതിയ റോളിലേക്കുള്ള ട്രാൻസിഷനിൽ ഇത് ഹെൽപ്ഫുൾ ആയിരിക്കും. നെക്സ്റ്റ് ഇസ് കമ്മ്യൂണിക്കേഷൻ ആൻഡ് ട്രാൻസ്പെറൻസി. നമ്മളൊരു കമ്പനിയിൽ വർക്ക് ചെയ്യുമ്പോൾ അതിൻ്റെ ഫിനാൻഷ്യൽ സ്റ്റേറ്റസ്, അതായത് അത് പ്രോഫിറ്റബിൾ ആയിട്ടാണോ പോകുന്നത് അതോ കമ്പനി ലോസ് ആണോ ഫേസ് ചെയ്യുന്നത്, അപ്പോൾ അതിനെപ്പറ്റിയുള്ള കാര്യങ്ങൾ, അതിന് ഫ്യൂച്ചറിൽ ഫേസ് ചെയ്യാൻ പോകുന്ന റിസ്ക്, അപ്പോൾ ഇതിനെപ്പറ്റിയൊക്കെ നമ്മൾ അറിഞ്ഞിരിക്കണം. അങ്ങനെ വരുമ്പോൾ നമുക്ക് കമ്പനിയോടൊരു ട്രസ്റ്റും അതിൻ്റെ മാനേജ്മെൻറ്റിനോടൊരു ട്രസ്റ്റും നമുക്ക് റിസ്ക് ഒക്കെ ഫേസ് ചെയ്യാനുള്ളൊരു പ്രിപ്പയർഡ്നെസ്സും അവിടെ ഉണ്ടാവും. എൻകറേജിങ് ഓപ്പൺ കമ്മ്യൂണിക്കേഷൻ ബിറ്റ്വീൻ മാനേജ്മെൻറ്റ് ആൻഡ് സ്റ്റാഫ് ക്യാൻ ഹെൽപ്പ് ഐഡൻറ്റിഫൈ ആൻഡ് മിറ്റിഗേറ്റ് റിസ്ക് ഏർലി. മാനേജ്മെൻറ്റും സ്റ്റാഫും തമ്മിലൊരു ഓപ്പൺ കമ്മ്യൂണിക്കേഷൻ ഉണ്ടെങ്കിൽ ഇനി വരാൻ പോകുന്ന റിസ്കുകൾ നേരത്തെ ഐഡൻറ്റിഫൈ ചെയ്യാനും അതിനെ മിറ്റിഗേറ്റ് ചെയ്യാനും നമുക്ക് പറ്റും. റിസ്കിനെ മിറ്റിഗേറ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഒരു ഇഫക്റ്റിനെ കുറയ്ക്കുക എന്നുള്ളതാണ്. ഷീൽഡിംഗ് എംപ്ലോയീസ് ആൻഡ് സപ്ലയേഴ്സ് ഫ്രം ബിസിനസ് റിസ്ക് എന്ന് പറയുന്ന പോയിന്റിൽ എംപ്ലോയീസിനെ എങ്ങനെയാണ് പ്രൊട്ടക്റ്റ് ചെയ്യുന്നത് നമ്മൾ കണ്ടു. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് ഷീൽഡിംഗ് ദ സപ്ലയേഴ്സ് ഫ്രം ബിസിനസ് റിസ്ക് ആണ്. സപ്ലയേഴ്സിനെ സേഫ് ഗാർഡ് ചെയ്യാനുള്ള മേജർ മെത്തേഡ്സ് ഏതൊക്കെയാണെന്ന് നോക്കാം. ഫസ്റ്റ് വൺ, സ്റ്റേബിൾ കോൺട്രാക്ട്സ്. ലോങ് ടേം സപ്ലൈ കോൺട്രാക്ട്സ് ഉണ്ടെങ്കിൽ സപ്ലയേഴ്സിന് അത് ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി പ്രൊവൈഡ് ചെയ്യും. അതുപോലെ കോൺട്രാക്ട്സിൽ ഫെയർ പ്രൈസിങ് ടേംസ് ഉണ്ടെങ്കിൽ സപ്ലയേഴ്സിന് അവരുടെ കോസ്റ്റ് മാനേജ് ചെയ്യാനും അതുപോലെ പ്രോഫിറ്റബിലിറ്റി മെയിൻറ്റെയിൻ ചെയ്യാനും പറ്റും. എൻഷുറിംഗ് ഫെയർ പ്രൈസിങ് ടേംസ് ഇൻ കോൺട്രാക്ട്സ് ഹെൽപ്പ് സപ്ലയേഴ്സ് മാനേജ് ദെയർ കോസ്റ്റ് ആൻഡ് മെയിൻറ്റെയിൻ പ്രോഫിറ്റബിലിറ്റി.
ഇനി അടുത്ത പോയിന്റ് ഡൈവേഴ്സിഫിക്കേഷൻ. ഒരു സപ്ലയറിനെ സംബന്ധിച്ച് ഒരു സിംഗിൾ ബയറിനെ തന്നെ ഡിപ്പെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ അത് റിസ്കിയാണ്. അതായത് ഒരു സിംഗിൾ ബയറുള്ള കേസിൽ ആ ബയർ സാധനം വാങ്ങിയില്ല എന്നുണ്ടെങ്കിൽ ഈ സപ്ലയറിനെ സംബന്ധിച്ച് അത് വലിയ നഷ്ടമാണ്. സോ ഒരു ഡൈവേഴ്സിഫൈഡ് സപ്ലയർ ബേസ് ഉണ്ടെങ്കിൽ അത് അവരുടെ റിസ്ക് കുറയ്ക്കും. വർക്കിംഗ് വിത്ത് എ ഡൈവേഴ്സിഫൈഡ് സപ്ലയർ ബേസ് റെഡ്യൂസസ് ദ റിസ്ക് ഫോർ സപ്ലയേഴ്സ് ബൈ നോട്ട് ബീയിങ് ഡിപ്പെൻഡൻ്റ് ഓൺ എ സിംഗിൾ ബയർ. നെക്സ്റ്റ് പോയിന്റ് ഇസ് ഫിനാൻഷ്യൽ സപ്പോർട്ട്. സപ്ലയേഴ്സിന് എങ്ങനെയൊക്കെയാണ് ഫിനാൻഷ്യൽ സപ്പോർട്ട് കൊടുക്കാൻ പറ്റുന്നത്? മെയിൻലി അവരൊരു ഗുഡോ സർവീസോ അല്ലെങ്കിൽ റോ മെറ്റീരിയലോ എന്തെങ്കിലും സപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് ഫേവറബിൾ ആയിട്ട് വരുന്ന ടേംസിൽ നമുക്ക് പേയ്മെൻറ്റ്സ് മേക്ക് ചെയ്യാം. അവർക്ക് ഫേവറബിൾ ആയിട്ട് വരുന്ന ക്രെഡിറ്റ് ടേംസ് എന്ന് പറയുമ്പോൾ അല്ലെങ്കിൽ പേയ്മെൻറ്റ് ടേംസ് എന്ന് പറയുമ്പോൾ അത് പല രീതിയിലാകാം. ഒന്നിലും നമുക്ക് അഡ്വാൻസ് ആയിട്ട് പേയ്മെൻറ്റ് കൊടുക്കാം, അല്ലെങ്കിൽ ഡെലിവറിയുടെ സമയത്ത് ക്യാഷ് കൊടുക്കാം, അല്ലെങ്കിൽ ഓർഡർ ചെയ്യുന്ന സമയത്ത് ക്യാഷ് കൊടുക്കാം, അല്ലെങ്കിൽ ഷിപ്മെൻറ്റ് മുന്നേ ക്യാഷ് കൊടുക്കാം. ഇങ്ങനെ പല രീതിയിലും അവർക്ക് ഫേവറബിൾ ആയിട്ട് നമുക്ക് ക്രെഡിറ്റ് കൊടുക്കാം. So providing advance payments or favorable credit terms can help suppliers manage cash flow issues. അതുപോലെ ഫെസിലിറ്റേറ്റിംഗ് ആക്സസ് ടു സപ്ലൈ ചെയിൻ ഫിനാൻസിങ് ഓപ്ഷൻസ് ക്യാൻ പ്രൊവൈഡ് സപ്ലയേഴ്സ് വിത്ത് ദ നെസസറി ക്യാപിറ്റൽ ടു മെയിൻറ്റെയിൻ ഓപ്പറേഷൻസ്. അതായത് സപ്ലയേഴ്സിന് സപ്ലൈ ചെയിൻ ഫിനാൻസിങ് ഓപ്ഷൻസ് ഫെസിലിറ്റേറ്റ് ചെയ്ത് കൊടുക്കണമെന്നാണ് പറയുന്നത്. അപ്പോൾ ഈ സപ്ലൈ ചെയിൻ ഫിനാൻസിങ് എന്താണെന്നൊന്ന് പറഞ്ഞുതരാം. ഇത് എക്സാമിനൊന്നും ചോദിക്കത്തില്ല സപ്ലൈ ചെയിൻ ഫിനാൻസിങ് എന്താണെന്നുള്ളത്, പക്ഷേ നിങ്ങൾ ഒന്ന് അറിഞ്ഞിരിക്കുക അതെന്താണ്. ഒരു എക്സാമ്പിൾ പറയാം. സപ്പോസ് ഒരു ഫാമർ അയാളുടെ കുറച്ച് പ്രോഡക്റ്റ്സ് ഒരു സൂപ്പർ മാർക്കറ്റിൽ വിൽക്കുവാണ്. പക്ഷേ സൂപ്പർ മാർക്കറ്റ് ഇയാൾക്ക് ഒരു 60 ദിവസം കഴിഞ്ഞിട്ടേ പേയ്മെൻറ്റ് കൊടുക്കുകയുള്ളൂ. പേയ്മെൻറ്റിന് പകരം ഈ സൂപ്പർ മാർക്കറ്റ് ഈ ഫാമറിനൊരു ഇൻവോയ്സാണ് കൊടുത്തത്. ഈ ഇൻവോയ്സും ബില്ലും ഒക്കെ സെയിം ഡോക്യുമെൻ്റ് തന്നെയാണ്, പക്ഷേ ഇൻവോയ്സ് കിട്ടുന്നത് സെല്ലറിനും ബില്ല് കിട്ടുന്നത് ബയറിനുമാണ്. അപ്പോൾ ഫാമറിന് കിട്ടിയത് ഇൻവോയ്സ് ആണ് ഫ്രം ദ സൂപ്പർ മാർക്കറ്റ്. ഫാമർ ഈ ഇൻവോയ്സ് നേരെ ഒരു സപ്ലൈ ചെയിൻ ഫിനാൻസ് കമ്പനിക്ക് കൊടുക്കുന്നു. സപ്ലൈ ചെയിൻ ഫിനാൻസ് കമ്പനി എന്ന് പറഞ്ഞാൽ ഫിനാൻസ് പ്രൊവൈഡ് ചെയ്യുന്ന ഒരു കമ്പനിയാണ്, ഒരു ഫിനാൻസ് പ്രൊവൈഡർ. ഈ ഫിനാൻസ് പ്രൊവൈഡർ എന്ത് ചെയ്യും? ഇമീഡിയറ്റ്ലി ഫാമറിന് ഈ പേയ്മെൻറ്റ് കൊടുക്കും, പക്ഷെ ഒരു ഡിസ്കൗണ്ട് ഇട്ടിട്ടാണ് കൊടുക്കുന്നത്. അതിനുശേഷം ഈ സൂപ്പർ മാർക്കറ്റ് ഡ്യൂ ഡേറ്റിൽ, അതായത് 60 ഡേയ്സിന് ശേഷം ആർക്ക് പേയ്മെൻറ്റ് ചെയ്താൽ മതി? ഈ ഫിനാൻസ് കമ്പനിക്ക് പേയ്മെൻറ്റ് ചെയ്താൽ മതിയാവും. അപ്പോൾ സപ്ലൈ ചെയിൻ ഫിനാൻസ് ഉണ്ടെങ്കിൽ സപ്ലയേഴ്സിന് പെട്ടെന്ന് തന്നെ അവരുടെ പേയ്മെൻറ്റ്സ് കിട്ടും. ഈ സപ്ലൈ ചെയിൻ ഫിനാൻസിംഗ് എന്ന് പറയുന്നത് ഒരു ബയറിനെ സംബന്ധിച്ചും സെല്ലറിനെ സംബന്ധിച്ചും ഒരുപോലെ തന്നെ ബെനിഫിഷ്യലാണ്. കാരണം അവർക്ക് ആവശ്യമായിട്ടുള്ള ക്യാപിറ്റൽ, അവരുടെ ഓപ്പറേഷൻസ് മെയിൻറ്റെയിൻ ചെയ്യാനുള്ള ക്യാപിറ്റൽ അവർക്ക് പ്രോപ്പർ ടൈമിൽ കിട്ടും. അടുത്ത പോയിന്റ് പാർട്ട്ണർഷിപ്സ് ആൻഡ് കൊളാബറേഷൻ. ഇവിടെ പാർട്ട്ണർഷിപ്സ് എന്ന് പറഞ്ഞാൽ പങ്കാളിത്തവും കൊളാബറേഷൻ എന്ന് പറഞ്ഞാൽ സഹകരണമാണ്. സോ ഡെവലപ്പിംഗ് സ്ട്രാറ്റജിക് പാർട്ട്ണർഷിപ്സ് ആൻഡ് കൊളാബറേഷൻസ് ക്യാൻ സ്ട്രെങ്തൻ സപ്ലൈ റിലേഷൻഷിപ്സ് ആൻഡ് ഷെയർ റിസ്ക്. അതുപോലെ ജോയിൻറ്റ് വെഞ്ചേഴ്സോ അല്ലെങ്കിൽ കോ ഇൻവെസ്റ്റ്മെൻറ്റ് പ്രൊജക്ട്സോ ആണെങ്കിലും പാർട്ടീസിന് അവരുടെ റിസ്ക് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാം. നെക്സ്റ്റ് പോയിന്റ് റിസ്ക് അസസ്മെൻറ്റ് ആൻഡ് കണ്ടിജൻസി പ്ലാനിങ്. കണ്ടിജൻസീസ് എന്ന് പറഞ്ഞാൽ ഫ്യൂച്ചറിൽ ഉണ്ടായേക്കാവുന്ന അൺസർട്ടൺ ആയിട്ടുള്ള കാര്യങ്ങളാണ്, നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങൾ. കണ്ടിജൻസി പ്ലാൻസ് ഡെവലപ്പ് ചെയ്ത് കഴിഞ്ഞാൽ സപ്ലൈ ചെയിനിൽ ഉണ്ടാകുന്ന ഡിസ്റപ്ഷൻസ് നമുക്ക് കുറയ്ക്കാൻ പറ്റും. അപ്പോൾ കണ്ടിന്യൂറ്റി എൻഷുർ ചെയ്യാം, അതുപോലെ അതിൽ ഇൻവോൾവ് ആകുന്ന പാർട്ടീസിന് വരുന്ന റിസ്ക്കും കുറയ്ക്കാം. ഇവിടെ സപ്ലൈ ചെയിൻ ഡിസ്റപ്ഷൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ പ്രൊഡക്ഷനെയോ അല്ലെങ്കിൽ സെയിലിനെയോ പ്രോഡക്ട്സിൻ്റെ ഡിസ്ട്രിബ്യൂഷനെയോ ഒക്കെ ബാധിക്കാൻ പറ്റുന്ന തരത്തിലുള്ള ഈവൻറ്റ്സ് ആണ്. എക്സാമ്പിൾ നാച്ചുറൽ ഡിസാസ്റ്റേഴ്സ്, അതുപോലെ എന്തെങ്കിലും പൊളിറ്റിക്കൽ ഇൻസ്റ്റെബിലിറ്റി ഒക്കെ ഉണ്ടാകുമ്പോൾ സപ്ലൈ ചെയിൻ ഡിസ്ട്രപ്റ്റഡ് ആകാറുണ്ട്. അപ്പോൾ ഇതിൻ്റെയൊക്കെ ഇഫക്റ്റ് ഒന്ന് മിറ്റിഗേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് കണ്ടിജൻസി പ്ലാൻസ് ഡെവലപ്പ് ചെയ്യാം. നെക്സ്റ്റ് പോയിന്റ് ഇസ് ട്രാൻസ്പെറൻസി ആൻഡ് കമ്മ്യൂണിക്കേഷൻ. ഈ പോയിന്റ് തന്നെ നമ്മൾ എംപ്ലോയി സേഫ് ഗാർഡിലും പറഞ്ഞിരുന്നു. അതുപോലെ തന്നെയാണ് ഇവിടെയും. മെയിൻറ്റെയിനിങ് ഓപ്പൺ ലൈൻസ് ഓഫ് കമ്മ്യൂണിക്കേഷൻസ് വിത്ത് സപ്ലയേഴ്സ് അബൌട്ട് പൊട്ടൻഷ്യൽ റിസ്ക് ആൻഡ് ബിസിനസ് കണ്ടീഷൻസ് ഹെൽപ്സ് ബിൽഡ് ട്രസ്റ്റ് ആൻഡ് പ്രിപ്പയർഡ്നെസ്. Also, sharing relevant market intelligence and forecast can help suppliers plan and adjust their strategies accordingly. മാർക്കറ്റ് ഇൻ്റലിജൻസ് എന്ന് പറഞ്ഞാൽ ഒരു കമ്പനിയെ സംബന്ധിക്കുന്ന എല്ലാ കാര്യങ്ങളും അതിൽ വരും. അതായത് അതിൻ്റെ മാർക്കറ്റ്, അതിൻ്റെ കോമ്പറ്റീറ്റേഴ്സ്, കസ്റ്റമേഴ്സ്, പ്രോഡക്റ്റ് എല്ലാം, മാർക്കറ്റിൽ എന്തൊക്കെ വരുമോ അതെല്ലാം, ഓവറോൾ മാർക്കറ്റിനെ പറ്റി പറയുന്നൊരു ഡേറ്റ ആണ് മാർക്കറ്റ് ഇൻ്റലിജൻസ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ മാർക്കറ്റ് ഇൻ്റലിജൻസും അതുപോലെ തന്നെ മാർക്കറ്റ് ഫോർകാസ്റ്റുകളും ഈ സപ്ലയേഴ്സിനും കൂടെ അവൈലബിൾ ആക്കി കഴിഞ്ഞാൽ അവർക്ക് അതിനനുസരിച്ച് അവരുടെ സ്ട്രാറ്റജീസ് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും.
ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് സപ്ലയേഴ്സിനെയും എംപ്ലോയീസിനെയും സേഫ് ഗാർഡ് ചെയ്യാൻ ഗവൺമെൻറ് എടുക്കുന്ന ഇനീഷ്യേറ്റീവ്സ് എന്തൊക്കെയാണ്. ഫസ്റ്റ് വൺ, റെഗുലേറ്ററി ഫ്രെയിംവർക്ക്. ഇതിലൊന്നും ഒരുപാട് എക്സ്പ്ലെയിൻ ചെയ്യാനുള്ള കാര്യങ്ങളില്ല, പോയിൻറ്റ്സ് എല്ലാം ഒന്ന് ഓർത്ത് വയ്ക്കുക. സോ റെഗുലേറ്ററി ഫ്രെയിംവർക്കിൽ എൻഫോഴ്സിംഗ് ലേബർ ലോസ് ദാറ്റ് മാൻഡേറ്റ് ഫെയർ വേജസ്, ബെനിഫിറ്റ്സ് ആൻഡ് സേഫ് വർക്കിംഗ് കണ്ടീഷൻസ്, പ്രൊട്ടക്ട്സ് എംപ്ലോയീസ്. Implementing trade policies promote fair practices and protect domestic suppliers from unfair competition. ലേബർ ലോസ് ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നതിലൂടെ ലേബറേഴ്സിന് സേഫ് ആയിട്ടുള്ള വർക്കിംഗ് കണ്ടീഷൻസ് പ്രൊവൈഡ് ചെയ്യുക, മറ്റുള്ള ബെനിഫിറ്റ്സ് കൊടുക്കുക, ഫെയർ വേജസ് എൻഷുർ ചെയ്യുക. ഫെയർ പ്രാക്ടീസസ് പ്രൊമോട്ട് ചെയ്യുന്നതും അതുപോലെ ഡൊമസ്റ്റിക് സപ്ലയേഴ്സിനെ പ്രൊട്ടക്റ്റ് ചെയ്യുന്ന തരത്തിലുള്ള ട്രേഡ് പോളിസീസ് ഇംപ്ലിമെൻറ്റ് ചെയ്യുക. നെക്സ്റ്റ് പോയിൻറ്റ്, ഇക്കണോമിക് സേഫ്റ്റി നെറ്റ്സ്. ഇതിൽ പറയുന്നത് ഫിനാൻഷ്യൽ സപ്പോർട്ട് എംപ്ലോയീസിന് കൊടുക്കുന്ന സോഷ്യൽ സെക്യൂരിറ്റി ബെനിഫിറ്റുകളാണ്. ഡിസേബിൾഡ് ആയിട്ടുള്ള എംപ്ലോയീസിന്, അല്ലെങ്കിൽ റിട്ടയർഡ് ആയിട്ടുള്ള എംപ്ലോയീസിന്, അല്ലെങ്കിൽ അൺഎംപ്ലോയിഡ് ആയിട്ട് നിൽക്കുന്ന ഇൻഡിവിജ്വൽസിന്, ഇവർക്കൊക്കെ സോഷ്യൽ സെക്യൂരിറ്റി ബെനിഫിറ്റ്സ് പ്രൊവൈഡ് ചെയ്യുക. ഓൾസോ ഓഫറിംഗ് സബ്സിഡീസ്, ഗ്രാൻറ്റ്സ് ആൻഡ് ഫിനാൻഷ്യൽ എയ്ഡ് പ്രോഗ്രാംസ് ടു സപ്ലയേഴ്സ് ആൻഡ് സ്മോൾ ബിസിനസ്സസ് ഹെൽപ്പ് ദം മാനേജ് റിസ്ക് ആൻഡ് റിമെയിൻ കോമ്പറ്റേറ്റീവ്. ചെറിയ ചെറിയ ബിസിനസ് ഫേംസിനും സപ്ലയേഴ്സിനും ഒക്കെ സബ്സിഡീസും ഗ്രാൻറ്റ്സും ഫിനാൻഷ്യൽ എയ്ഡും ഒക്കെ കൊടുക്കുക, സോ ദാറ്റ് ദേ ക്യാൻ മാനേജ് ദെയർ റിസ്ക് ആൻഡ് റിമെയിൻ കോമ്പറ്റേറ്റീവ്. നെക്സ്റ്റ് ഇസ് സപ്പോർട്ട് പ്രോഗ്രാംസ്. സപ്പോർട്ട് പ്രോഗ്രാംസ് എന്ന് പറയുമ്പോൾ ഗവൺമെൻറ് ഫണ്ടഡ് ആയിട്ടുള്ള ജോബ് ട്രെയിനിങ്ങും പ്ലേസ്മെൻറ്റ് പ്രോഗ്രാംസും ഒക്കെയാണ് വരുന്നത്. ദീസ് ഹെൽപ്പ് ദ എംപ്ലോയീസ് ട്രാൻസിഷൻ ടു ന്യൂ റോൾസ് ആൻഡ് ഇൻഡസ്ട്രീസ്. പുതിയ റോൾസിലേക്കോ അല്ലെങ്കിൽ പുതിയ ജോബ്സിലേക്കൊക്കെ മൂവ് ചെയ്യുമ്പോൾ ഇത്തരത്തിലുള്ള പ്രോഗ്രാംസ് എംപ്ലോയി ട്രാൻസിഷനെ വളരെയധികം ഹെൽപ്ഫുൾ ആയിട്ടുള്ള പ്രോഗ്രാംസ് ആണ്. അതുപോലെ പ്രൊവിഷൻ ഓഫ് ഡിസാസ്റ്റർ റിലീഫ് ഫണ്ട്സ് ആൻഡ് റിസോഴ്സസ് ടു ബിസിനസ്സസ് ആൻഡ് സപ്ലയേഴ്സ് എഫക്റ്റഡ് ബൈ അൺഫോർസീൻ ഇവൻറ്റ്സ് ലൈക്ക് നാച്ചുറൽ ഡിസാസ്റ്റേഴ്സ് ഹെൽപ്പ് ദം മാനേജ് ദെയർ ഫിനാൻഷ്യൽ സ്ട്രിഞ്ചൻസി ആൻഡ് റിമെയിൻ ആക്റ്റീവ്. ഏതെങ്കിലും ബിസിനസ്സിനെയോ അല്ലെങ്കിൽ സപ്ലയേഴ്സിനെയോ ഒക്കെ അൺഫോർസീൻ ആയിട്ടുള്ള ഇവൻറ്റ്സ് എഫക്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ, അതായത് നാച്ചുറൽ ഡിസാസ്റ്റേഴ്സ് ഒക്കെ എഫക്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവർക്ക് ഡിസാസ്റ്റർ റിലീഫ് ഫണ്ട്സും അതുപോലെ റിസോഴ്സസും പ്രൊവൈഡ് ചെയ്യുക. ഹൗ ദ മാർക്കറ്റ് സിസ്റ്റം ഡീൽസ് വിത്ത് റിസ്ക് എന്ന് പറയുന്ന ടോപ്പിക്കിലെ മൂന്നാമത്തെ ഇമ്പോർട്ടൻറ്റ് പോയിൻ്റ് ആണ് ബെനിഫിറ്റ്സ് ഓഫ് റെസ്ട്രിക്റ്റിംഗ് ബിസിനസ് റിസ്ക് ടു ഓണേഴ്സ്. അതായത് ബിസിനസ് റിസ്ക് ഓണേഴ്സിൽ മാത്രം റെസ്ട്രിക്റ്റ് ചെയ്യുക. ബിസിനസ് റിസ്ക് ഓണേഴ്സിനെ മാത്രം എഫക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് എംപ്ലോയീസിനും സപ്ലയേഴ്സിനും ഓവറോൾ ഇക്കോണമിക്കും തന്നെ ബെനിഫിഷ്യലാണ്. ബിസിനസ് റിസ്ക് ഓണേഴ്സിനെ മാത്രം എഫക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് ഈ എംപ്ലോയീസിനും സപ്ലയേഴ്സിനും ഇക്കോണമിക്ക് മൊത്തം എങ്ങനെയാണ് ബെനിഫിഷ്യലായിട്ട് വരുന്നത് നമുക്ക് നോക്കാം. ഫസ്റ്റ് പോയിൻറ്റ്, പ്രൊട്ടക്ഷൻ ഫോർ എംപ്ലോയീസ്. എംപ്ലോയീസിനെ ബിസിനസ് റിസ്ക് നിന്ന് പ്രൊട്ടക്റ്റ് ചെയ്ത് നിർത്തുമ്പോഴാണ് അവർക്ക് ജോബ് സെക്യൂരിറ്റി ഉണ്ടാവുന്നത്. ബിസിനസ് റിസ്ക് ഓണേഴ്സിനെ മാത്രമാണ് എഫക്റ്റ് ചെയ്യുന്നതെങ്കിൽ ഒരിക്കലും കമ്പനീസിൽ പെട്ടെന്ന് തന്നെ എംപ്ലോയീസിൻ്റെ ലേ ഓഫോ അല്ലെങ്കിൽ അവർക്ക് പേ കട്ട്സോ ഒന്നും ഫേസ് ചെയ്യേണ്ടതായിട്ട് വരില്ല. നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു, ചില കമ്പനീസൊക്കെ നഷ്ടത്തിലാകുമ്പോൾ അവരെന്ത് ചെയ്യും, എംപ്ലോയീസിനെ പിരിച്ചുവിടാറുണ്ട്, അല്ലെങ്കിൽ അവർക്ക് കൊടുക്കുന്ന പേയ്മെൻറ്റ്സിൽ കട്ട്സ് കൊണ്ടുവരാറുണ്ട്. ഇങ്ങനെയുള്ള കാര്യങ്ങൾ എപ്പോഴാണ് സംഭവിക്കുന്നത്? ബിസിനസ് റിസ്ക് എംപ്ലോയീസിനെ എഫക്റ്റ് ചെയ്യുന്ന കേസിലാണ്. പകരം ഈ ബിസിനസ് റിസ്ക് ഒക്കെ ഓണർ തന്നെ ബെയർ ചെയ്യുവാണെങ്കിൽ ഇങ്ങനെയുള്ള നെഗറ്റീവ് ഇമ്പാക്റ്റ് ഒന്നും എംപ്ലോയീസിന് ഉണ്ടാവില്ല. അങ്ങനെയുള്ള സിറ്റുവേഷൻസിൽ എംപ്ലോയീസിന് അവരുടെ റോൾസിലും റെസ്പോൺസിബിലിറ്റീസിലും മാത്രം ഫോക്കസ് ചെയ്താൽ മതി. ആൻഡ് ദേ നീഡ് നോട്ട് വറി അബൌട്ട് ദ ഫിനാൻഷ്യൽ പൊസിഷൻ ഓഫ് ദ കമ്പനി. കമ്പനിയുടെ ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റിയെ പറ്റി വറി ചെയ്യേണ്ട ആവശ്യം ആർക്കില്ല? എംപ്ലോയീസിന് ഇല്ല. അങ്ങനെയാകുമ്പോൾ എംപ്ലോയീസിൻ്റെ പ്രൊഡക്ടിവിറ്റിയും ഇൻക്രീസ് ചെയ്യും, ജോബ് സാറ്റിസ്ഫാക്ഷനും ഇൻക്രീസ് ചെയ്യും. അപ്പോൾ കൂടുതൽ ബിസിനസ് റിസ്ക്കും എടുക്കുന്ന അല്ലെങ്കിൽ ഈ റിസ്ക്കൊക്കെ അവരിലേക്ക് തന്നെ ഒതുക്കാൻ ശ്രമിക്കുന്ന ബിസിനസ് ഓണേഴ്സ് എന്തായിരിക്കും ചെയ്യുന്നത്? ദി പ്രൊവൈഡ് കോമ്പറ്റേറ്റീവ് ബെനിഫിറ്റ്സ് ആൻഡ് കോമ്പൻസേഷൻ പാക്കേജസ് ടു അട്രാക്റ്റ് ആൻഡ് റീറ്റെയിൻ സ്കിൽഡ് എംപ്ലോയീസ്. സ്കിൽഡ് ആയിട്ടുള്ള എംപ്ലോയീസിനെ അട്രാക്റ്റ് ചെയ്യാനും അവരെ കമ്പനിയിൽ തന്നെ നിലനിർത്താൻ വേണ്ടിയിട്ടുള്ള കോമ്പറ്റേറ്റീവ് ബെനിഫിറ്റ്സും കോമ്പൻസേഷൻ പാക്കേജസും ഒക്കെ അവർക്ക് ഓഫർ ചെയ്യും. നെക്സ്റ്റ് പോയിൻറ്റ്, സ്റ്റെബിലിറ്റി ഫോർ സപ്ലയേഴ്സ്. ബിസിനസ് റിസ്ക് ഓണേഴ്സിൽ തന്നെ ഒതുങ്ങി നിന്ന് കഴിഞ്ഞാൽ സപ്ലയേഴ്സിന് ടൈംലി പേയ്മെൻറ്റ്സ് കിട്ടും. വെൻ ദ ബിസിനസ് റിസ്ക് ഇസ് റെസ്ട്രിക്റ്റഡ് ടു ദ ഓണേഴ്സ്, സപ്ലയേഴ്സ് ആർ മോർ ലൈക്ലി ടു റിസീവ് ടൈംലി പേയ്മെൻറ്റ്സ്. ഇങ്ങനെ ഒരു ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി സപ്ലയേഴ്സിനുണ്ടെങ്കിൽ അവരുടെ ബിസിനസ് ഓപ്പറേഷൻസ് എല്ലാം അവർക്ക് പ്രോപ്പറായിട്ട് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും. അതുപോലെ ഫിനാൻഷ്യൽ ഓബ്ലിഗേഷൻസും മീറ്റ് ചെയ്യാം.
Suppliers can build long-term relationships with businesses that demonstrate financial stability and reliability, fostering a cooperative and supportive business environment. ഒരു സപ്ലയറിനെ സംബന്ധിച്ച് അവരെപ്പോഴും ലോങ് ടേം റിലേഷൻഷിപ്സ് ബിൽഡ് ചെയ്യുന്നത് ഫിനാൻഷ്യലി സ്റ്റേബിളും റിലയബിളുമായിട്ടുള്ള ബിസിനസ് ഫേംസുമായിട്ടാണ്. ഇത് ഒരു കോപ്പറേറ്റീവും അതുപോലെ തന്നെ സപ്പോർട്ടീവായിട്ടുള്ള ബിസിനസ് എൻവയോൺമെൻറ്റ് ബിൽഡ് ചെയ്യാൻ വേണ്ടിയിട്ട് സഹായിക്കും. നെക്സ്റ്റ് പോയിന്റ് ഇസ് ഇക്കണോമിക് സ്റ്റെബിലിറ്റി. ബിസിനസ് റിസ്ക് ഓണർ തന്നെ ഇഫക്റ്റീവ്ലി മാനേജ് ചെയ്യുകയാണെങ്കിൽ അത് മാർക്കറ്റിൽ മൊത്തത്തിലൊരു കോൺഫിഡൻസ് ബിൽഡ് ചെയ്യും. ഇൻവെസ്റ്റേഴ്സ്, എംപ്ലോയീസ് ആൻഡ് സപ്ലയേഴ്സ് ആർ മോർ ലൈക്ലി ടു എൻഗേജ് വിത്ത് ആൻഡ് സപ്പോർട്ട് ബിസിനസ് ദാറ്റ് ഡെമോൺസ്ട്രേറ്റ് ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി. ഇക്കണോമിക് ഡൗൺ ടേൺസ് ഉണ്ടാകുമ്പോഴും എംപ്ലോയ്മെൻറ്റ് ലെവൽസ് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുന്നതും അതുപോലെ അൺഎംപ്ലോയ്മെൻറ്റ് റേറ്റ്സ് എപ്പോഴും ലോവറായിട്ടിരിക്കുന്ന ബിസിനസ് ഫേംസുമാണ് ഇക്കണോമിക് സ്റ്റെബിലിറ്റിയെ പ്രൊമോട്ട് ചെയ്യുന്നത്. Stable businesses are more likely to continue providing goods and services, which helps maintain consumer confidence and spending. ഒരു ഇക്കോണമിയിൽ സ്റ്റേബിൾ ആയിട്ടുള്ള ബിസിനസ് ഫേംസ് ഉണ്ടാകുമ്പോഴാണ് ഗുഡ്സ് ആൻഡ് സർവീസസിൻ്റെ പ്രൊവിഷൻ കറക്റ്റായിട്ട് നടക്കുന്നത്. അങ്ങനെയാണെങ്കിൽ മാത്രമേ കൺസ്യൂമറിൻ്റെ കോൺഫിഡൻസ് ബിൽഡ് ചെയ്യാനും അതുവഴി അവരുടെ സ്പെൻഡിങ് മെയിൻറ്റെയിൻ ചെയ്യാനും നമുക്ക് പറ്റുള്ളൂ. നെക്സ്റ്റ് ഇസ് എൻകറേജ്മെൻറ്റ് ഓഫ് ഓൺടർപ്രണർഷിപ്പ്. ഒരു ഓൺടർപ്രണർ എന്ന് പറഞ്ഞാൽ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യും, അതിൽ നിന്നുണ്ടാകുന്ന റിസ്ക് ഒക്കെ ഏറെക്കുറെ ടോളറേറ്റ് ചെയ്യുക അല്ലെങ്കിൽ ബെയർ ചെയ്യുകയും ചെയ്യുന്ന ഒരു പേഴ്സൺ ആണ്. ഇവിടെ ഒരു ഓൺടർപ്രണർ റിസ്ക് ഏറ്റെടുക്കും അല്ലെങ്കിൽ റിസ്ക് ബെയർ ചെയ്യുമെന്ന് പറഞ്ഞാൽ എല്ലാ റിസ്ക്കും ഏറ്റെടുക്കുമെന്നല്ല ഉദ്ദേശിക്കുന്നത്. ദേ ടേക്ക് കാൽക്കുലേറ്റഡ് റിസ്ക്. ഇവിടെ കാൽക്കുലേറ്റഡ് റിസ്ക് എന്ന് പറഞ്ഞാൽ എന്താ, ഒരു പെർട്ടിക്കുലർ ആക്ഷൻ എടുക്കുന്നതിന് മുന്നേ അതിൽ നിന്നുണ്ടാകാവുന്ന അല്ലെങ്കിൽ അത് എത്ര ഫെയിലിയർ ഉണ്ടാക്കും, അതിൻ്റെ ചാൻസ് ഓഫ് ഫെയിലിയർ എത്രയാണെന്നൊക്കെ പഠിച്ചതിന് ശേഷം മാത്രമേ അവരൊരു ആക്ഷൻ എടുക്കുകയുള്ളൂ. ഇങ്ങനെ കാൽക്കുലേറ്റഡ് ആയിട്ടുള്ള റിസ്ക് മാത്രമേ അവരെടുക്കൂ എന്ന് പറയുന്നതിനുള്ള റീസൺ എന്താണ്? ബിക്കോസ് ദേ നോ ദാറ്റ് ദ എംപ്ലോയീസ് ആൻഡ് സപ്ലയേഴ്സ് വിൽ നോട്ട് ബെയർ ദ ബ്രണ്ട് ഓഫ് ബിസിനസ് ഫെയിലിയേഴ്സ്. ബിസിനസ് റിസ്ക്കോ അല്ലെങ്കിൽ ബിസിനസ് ഫെയിലിയേഴ്സോ ഉണ്ടായാൽ അതൊന്നും ആര് ടോളറേറ്റ് ചെയ്യാൻ അല്ലെങ്കിൽ ബെയർ ചെയ്യില്ല. എംപ്ലോയീസും സപ്ലയേഴ്സും അതൊന്നും ബെയർ ചെയ്യില്ല. അപ്പോൾ ഇതൊക്കെ ടോളറേറ്റ് ചെയ്യേണ്ട, ബെയർ ചെയ്യേണ്ടത് ആരാണ്? ഈ ഓൺടർപ്രണർ ആണ്. അതുകൊണ്ട് തന്നെ അവർ കാൽക്കുലേറ്റഡ് റിസ്ക് മാത്രമേ എടുക്കുകയുള്ളൂ. All these encourages them to innovate and take calculated risk. Restricting risk to the owners also makes the entrepreneurs more accountable. ബിസിനസ് റിസ്ക് എപ്പോഴും ഓണേഴ്സിൽ റെസ്ട്രിക്റ്റഡ് ആവുന്നത് കൊണ്ട് തന്നെ ബിസിനസ് ഡിസിഷൻസ് എന്ന് പറയുന്നത് എപ്പോഴും ഓൺടർപ്രണേഴ്സിൻ്റെ റെസ്പോൺസിബിലിറ്റിയാണ്. ഇൻവെസ്റ്റേഴ്സ് ആർ മോർ ലൈക്ലി ടു ഇൻവെസ്റ്റ് ഇൻ ബിസിനസ്സസ് where the risks are well managed and primarily borne by the owners. അതായത് കൂടുതൽ ആൾക്കാരും എങ്ങനെയുള്ള ബിസിനസ്സിലാണ് ഇൻവെസ്റ്റ് ചെയ്യുന്നത്? where the risks are well managed and primarily borne by the owners. ഓണേഴ്സ് റിസ്കിനെ നന്നായിട്ട് മാനേജ് ചെയ്യും, അല്ലെങ്കിൽ ആ റിസ്ക് മുഴുവൻ ഓണേഴ്സിൽ തന്നെ റെസ്ട്രിക്റ്റഡ് ആയിട്ട് നിൽക്കുന്ന ബിസിനസ്സുകളിലുമാണ് കൂടുതൽ ആൾക്കാരും ഇൻവെസ്റ്റ് ചെയ്യുന്നത്. നെക്സ്റ്റ് പോയിന്റ് ഇസ് ലീഗൽ ആൻഡ് ഫിനാൻഷ്യൽ സ്ട്രക്ചേഴ്സ്. ഒരു ലിമിറ്റഡ് ലയബിലിറ്റി കമ്പനിയോ അല്ലെങ്കിൽ കോർപ്പറേഷനോ ഒക്കെ ആണെങ്കിൽ ഇപ്പോൾ അതിനെന്തെങ്കിലും ഒരു ഫിനാൻഷ്യൽ റിസ്ക് വന്നു കഴിഞ്ഞാൽ ഓണറിൻ്റെ പേഴ്സണൽ അസറ്റ്സിനെ അതൊരിക്കലും ബാധിക്കില്ല. കമ്പനിയിലുള്ള ഓണറിൻ്റെ ഇൻവെസ്റ്റ്മെൻറ്റിനെ മാത്രമാണ് അത് ബാധിക്കുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള കമ്പനീസിൽ ഫിനാൻഷ്യൽ റിസ്ക് എപ്പോഴും ബാധിക്കുന്നത് ഓണറിൻ്റെ കമ്പനിയിലുള്ള ഇൻവെസ്റ്റ്മെൻറ്റിനെയാണ്, അല്ലാതെ പേഴ്സണൽ അസറ്റ്സിനെ അല്ല. സോ ദിസ് എൻകറേജസ് ഓൺടർപ്രണർഷിപ്പ് ആൻഡ് ഇൻവെസ്റ്റ്മെൻറ്റ്. എന്തെങ്കിലും റിസ്ക് അറൈസ് ചെയ്ത് കഴിഞ്ഞാൽ അതിനെ ഒന്ന് കുറയ്ക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ മിറ്റിഗേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അവർക്ക് പലതരത്തിലുള്ള ഫിനാൻഷ്യൽ ഇൻസ്ട്രുമെൻറ്റ്സോ അല്ലെങ്കിൽ ഇൻഷുറൻസ് പോളിസീസോ ഒക്കെ യൂസ് ചെയ്യാം. അപ്പോൾ കമ്പനിക്ക് ഫ്യൂച്ചറിൽ ഉണ്ടാകാൻ പോകുന്ന ലോസസ്, അതായത് പൊട്ടൻഷ്യൽ ലോസസ് ഒക്കെ ഇതുവഴി മാനേജ് ചെയ്യാൻ പറ്റും. സോ ദിസ് ഡസ് നോട്ട് ഡയറക്റ്റ്ലി ഇമ്പാക്ട് ദ എംപ്ലോയീസ് ആൻഡ് സപ്ലയേഴ്സ്. നെക്സ്റ്റ് പോയിന്റ് ഇസ് ഫോക്കസ് ഓൺ ലോങ് ടേം ഗ്രോത്ത്. ബിസിനസ് റിസ്ക് മാനേജ് ചെയ്യുന്ന ഓണേഴ്സ് എപ്പോഴും നോക്കുന്നത് സസ്റ്റൈനബിൾ ആയിട്ടുള്ള ബിസിനസ് പ്രാക്ടീസുകൾ, അതായത് സുസ്ഥിരമായിട്ടുള്ള ബിസിനസ് പ്രാക്ടീസസും ലോങ് ടേം ഗ്രോത്തുമാണ്, അല്ലാതെ ഷോർട്ട് ടേം ഗെയിൻസ് അല്ല. മറ്റുള്ള എംപ്ലോയീസിനെയോ സപ്ലയേഴ്സിനെയോ ഒന്നും റിസ്ക് ബാധിക്കാതെ ഓണേഴ്സ് തന്നെ അബ്സോർബ് ചെയ്യുകയാണെങ്കിൽ അവർക്ക് ഫ്യൂച്ചറിൽ ഉണ്ടാകാൻ പോകുന്ന പ്രോഫിറ്റിനെ റീഇൻവെസ്റ്റ് ചെയ്യാം. ആൻഡ് ദിസ് ഡ്രൈവ്സ് ഇന്നോവേഷൻ, എക്സ്പാൻഡ് ഓപ്പറേഷൻസ് ആൻഡ് ഇംപ്രൂവ് എഫിഷ്യൻസീസ്, ബെനിഫിറ്റിംഗ് ഓൾ ദി സ്റ്റേക്ക് ഹോൾഡേഴ്സ്. ഇവിടെ സ്റ്റേക്ക് ഹോൾഡേഴ്സ് എന്ന് പറഞ്ഞാൽ ഈ ബിസിനസ് യൂണിറ്റുമായിട്ട് റിലേറ്റഡ് ആയിട്ട് വരുന്ന എല്ലാ യൂണിറ്റ്സുമാണ്. നെക്സ്റ്റ് പോയിന്റ് ഇസ് എത്തിക്കൽ ആൻഡ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി. Businesses that restrict risk to owners often demonstrate higher levels of corporate responsibility, fostering trust and loyalty among the employees, suppliers and customers.
ഒരു ബിസിനസ്സിലുണ്ടാകുന്ന റിസ്ക് അതിൻ്റെ ഓണേഴ്സിൽ തന്നെ റെസ്ട്രിക്റ്റഡ് ആയിട്ട് നിൽക്കുന്നു, അല്ലെങ്കിൽ ഓണേഴ്സ് തന്നെ അബ്സോർബ് ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ അത് കാണിക്കുന്നത് അവരുടെ കോർപ്പറേറ്റ് റെസ്പോൺസിബിലിറ്റിയുടെ ഹയസ്റ്റ് ലെവലാണ്. ഒരു കമ്പനിയുടെ അല്ലെങ്കിൽ ഒരു ബിസിനസ് ഫേമിൻ്റെ കോർപ്പറേറ്റ് റെസ്പോൺസിബിലിറ്റി എന്ന് പറഞ്ഞാൽ അവർക്ക് എൻവയോൺമെൻറ്റിനോടും സൊസൈറ്റിയോടും മറ്റുള്ള സ്റ്റേക്ക് ഹോൾഡേഴ്സിനോടും ഒക്കെയുള്ള റെസ്പോൺസിബിലിറ്റിയാണ്. സ്റ്റേബിൾ ആയിട്ടുള്ള എംപ്ലോയ്മെൻറ്റ് പ്രൊവൈഡ് ചെയ്യുന്നത് വഴി, അല്ലെങ്കിൽ ലോക്കൽ സപ്ലയേഴ്സിനെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നത്, സപ്പോർട്ട് ചെയ്യുന്നത് വഴി അവർ ശരിക്കും പറഞ്ഞാൽ കമ്മ്യൂണിറ്റിക്ക് കൊടുക്കുന്ന പോസിറ്റീവായിട്ടുള്ളൊരു കോൺട്രിബ്യൂഷനാണ്. ദിസ് എൻഹാൻസസ് ദെയർ റെപ്യൂട്ടേഷൻ ആൻഡ് സോഷ്യൽ ഇമ്പാക്റ്റ്.